ദൈവഹിതപ്രകാരം പണിതത് തകർന്നു പോയി എന്നല്ല എഴുതിയത്, ഉറച്ചു. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവരുടെ ജീവിതത്തിലുണ്ട് ഒരറാറത്ത് പർവ്വതം. ദൈവത്തിന്റെ പദ്ധതിയിലാണോ നിൽക്കുന്നത്, ബാബേൽ ഗോപുരം പോലെ തകർന്നു പോകില്ല. അത് അറാറത്ത് പർവ്വതത്തിൽ ഉറയ്ക്കും. അത് എന്ത് കാര്യമാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നത്, അത് ഉറച്ചിരിക്കും. അത് ഒന്നിലധികമായി വർദ്ധിച്ചിരിക്കും. വചനമാകുന്ന ദൈവത്തിൻ്റെ വെളിച്ചം എൻ്റെ അകത്ത് വരുന്ന സമയമാണിത്. അങ്ങനെ വചനമാകുന്ന ഒരു വെളിച്ചം ഒരാളുടെ അകത്ത് വന്നാൽ ആ വ്യക്തിയുടെ എല്ലാ കൺഫ്യൂഷൻസും മാറും, ടെൻഷൻ മാറും. വ്യക്തമായി കാണാനും തീരുമാനിക്കാനും പറ്റും. നിങ്ങൾ പ്രാർത്ഥിച്ചേ, വചനമാകുന്ന വെളിച്ചം എൻ്റെ അകത്ത് വരാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. വചനമാകുന്ന ദൈവത്തിൻ്റെ വെളിച്ചം എൻ്റെ ഭവനത്തിൽ വരാൻ, എൻ്റെ മക്കളിൽ വരാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. വചനത്തിൻ്റെ നന്മകളെ സ്വീകരിക്കാൻ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാം. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുവാണ്, യേശുവേ, അങ്ങയുടെ ശക്തമായ അനുഗ്രഹം ഓരോരുത്തരുടെ മേലും ഇന്ന് പകരണമേ. നിങ്ങൾ പ്രാർത്ഥിച്ച യേശുവേ, അങ്ങയുടെ വചനത്തിലൂടെ അങ്ങയുടെ ശക്തമായ അനുഗ്രഹം എന്നിലേക്ക് പകരണമേ. ഈ വചനം കേൾക്കുന്നവർക്ക്, ഈ വചനം വിശ്വസിക്കുന്നവർക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ അങ്ങ് ഒരുക്കി വച്ചിട്ടുള്ളത്, അത് മുഴുവൻ ഈ ജനത്തിന് പകരണമേ. ആ അനുഗ്രഹങ്ങൾ മുഴുവൻ ഈ ജനത്തിന് കിട്ടാൻ ഇടയാകണമേ. ഇത് അനുഗ്രഹത്തിൻ്റെ നല്ല സമയമായി മാറുകയാണ്. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഉറപ്പാണ്, ദൈവം നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. അങ്ങനെ ഒരു പാട്ട് തന്നെയുണ്ട്, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുകയില്ല. മരുഭൂമിയിൽ മന്ന പെയ്തവൻ, മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തെ നയിച്ച ദൈവം. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറ്റുന്ന വിധത്തിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സ്ഥലം അനേകരുടെ വേദനകൾ പ്രാർത്ഥനകളായി ഉയരുന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അനേകരുടെ വേദനകൾ ഈ ആലയത്തിൽ അവർ വച്ചിട്ട് പോയിട്ടുണ്ട്, അവരുടെ സമർപ്പിച്ച് പോയിട്ടുണ്ട്. അനേകരുടെ കണ്ണുനീർ ഇവിടെ വച്ചിട്ട് പോയിട്ടുണ്ട്. അനേകരുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ, ഭാരം വെച്ചിട്ട് പോയൊരു പള്ളിയാണിത്, ഒരാലയമാണിത്, ഒരു സ്ഥലമാണിത്. കണ്ണുനീരോടെ വിഷമിക്കുന്ന പല കാര്യങ്ങളും പ്രാർത്ഥനയായി ദൈവസന്നിധിയിലേക്ക് ഉയർന്ന സ്ഥലമാണിത്. എല്ലാവരും ആ പാട്ടിൻ്റെ വരികളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ, ഒരു നാളും ഉപേക്ഷിക്കുമോ? മനുഷ്യൻ മറന്നാലും, മനുഷ്യൻ തള്ളിക്കളഞ്ഞാലും, മനുഷ്യൻ ഉപേക്ഷിച്ചാലും ദൈവം എന്നെ ഒരിക്കലും ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുകയില്ല. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? വിശ്വാസത്തോടെ പാടുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? എൻ്റെ ദൈവം എന്നോട് പറയുന്നതാണ് ഈ പാട്ടുകാരനിലൂടെ, ഈ മ്യൂസിക്കിൻ്റെ സഹായത്തോടെ, ഈ ശബ്ദ സംവിധാനത്തിൻ്റെ സഹായത്തോടെ നിങ്ങളെ പാടി കേൾപ്പിക്കുന്നത്. ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ് പാടുന്നത്. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതാണ് പാട്ടുകാരൻ പാടിക്കൊണ്ട് പറയുന്നത്. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും
മറക്കുമോ? ശബ്ദമുയർത്തി പാടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. പറഞ്ഞ് ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം അതുകൊണ്ട് ശബ്ദമുയർത്തി പാടുകയാണ്. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? പറഞ്ഞ് ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? കണ്ണുകളടച്ച് ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലരൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: എൻ്റെ കൂടെയുള്ളവർ എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, എൻ്റെ കൂടെയുള്ളവർ എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എൻ്റെ കൂടെയുള്ളവർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. ഒരാളുടെ ജീവിതം മനോഹരമാകാൻ, സന്തോഷത്തിലാകാൻ 3 കാര്യങ്ങൾ മതിയെന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. 1, സ്നേഹിക്കുക, മനസ്സിലാക്കുക, പ്രാർത്ഥിക്കുക. ഇവ 3 ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതം മനോഹരമാകും. അത് ഭാര്യയായാലും ഭർത്താവായാലും മകനായാലും മകളായാലും സ്നേഹിച്ചാൽ, മനസ്സിലാക്കിയാൽ, പരസ്പരം പ്രാർത്ഥിച്ചാൽ, ഇതെല്ലാം ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഇന്നുണ്ടാകാൻ പ്രാർത്ഥിച്ചേ. പരസ്പരമുള്ള സ്നേഹം, പരസ്പരം ഒന്ന് മനസ്സിലാക്കുക, പരസ്പരം പ്രാർത്ഥിക്കുക. വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. പരസ്പരം പ്രാർത്ഥിക്കുക, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം മനസ്സിലാക്കുക. ഇവ 3 ഉണ്ടെങ്കിൽ ഒരാളുടെ ജീവിതം, അതാരായാലും അയാളുടെ ജീവിതം ശരിക്കും മനോഹരമാവും, സന്തോഷത്തിലാകും. ഇങ്ങനെ പറയുവാണ്: മരുഭൂമിയിൽ മന്ന പൊഴിച്ചവൻ, മരുഭൂമിയിൽ മന്ന ഇസ്രായേൽ ജനത്തിന് ഒരുക്കി കൊടുത്തവൻ. ഒന്നർത്ഥം പറഞ്ഞ് പാടിയേ. മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ, കാടപ്പക്ഷിയെ മാറയെ മധുരമായി തീർത്തവൻ. ഒന്നർത്ഥം പറഞ്ഞ് പാടുമോ? മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ, മാറയെ മധുരമായി തീർത്തവൻ. മാറാത്തവൻ, ചിറകിൽ മറയ്ക്കുന്നവൻ, മഹത്വത്തിലെന്നെ ചേർക്കുന്നവൻ. മാറാത്തവൻ, ചിറകിൽ മറയ്ക്കുന്നവൻ, മഹത്വത്തിലെന്നെ ചേർക്കുന്നു. 2 കരങ്ങളും അല്പം ഉയർത്തിപ്പിടിച്ച്, ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാള് പറഞ്ഞ്, ഒരു നാളും മറക്കുമോ? മറക്കുമോ? ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ജീവിതം മുഴുവൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് 2 പേരെങ്കിലും കേൾക്കത്തക്ക വിധം അധരങ്ങളെ ഒന്ന് തുറന്ന് ശബ്ദത്തെ അല്പമൊന്ന് ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഹല്ലേലൂയ, ജീസസ്. പരിശുദ്ധാത്മാവേ നിറയണം, പരിശുദ്ധാത്മാവേ നിറയണം. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണമേ. ദൈവപ്രവൃത്തികളുടെ സംഭവിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ.
ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ ഇന്ന് യോഗ്യരായി തീരുവാൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. നമുക്കിരിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഹാളിൽ ഒത്തിരി ആളുകളുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ക്ഷീണമോ പരവേശമോ തലകറക്കമോ എന്തെങ്കിലുമൊക്കെ തോന്നിയാൽ നിങ്ങളുടെ സാഹചര്യവും സ്വാതന്ത്ര്യവും അനുസരിച്ച് പുറത്തേക്കിറങ്ങി കുറച്ചുകൂടെ കാറ്റും വെളിച്ചമൊക്കെ ഉള്ളിടത്ത് ഇരിക്കാവുന്നതാണ്. നിങ്ങൾ നല്ല മനസ്സോടെ ഇതിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ കാണാൻ കഴിയുന്നതൊരു സന്തോഷമാണ്. കാരണം ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും സ്നേഹിക്കാത്തൊരാൾക്ക് ഇങ്ങനെ ഈ പകൽ സമയത്ത് ഇങ്ങനെ വന്ന് സമയം മാറ്റിവെച്ച് ഇവിടെ ഇരിക്കാൻ കഴിയത്തില്ല. അതിൽ ദൈവത്തിന് നിങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ ആളുകൾ വന്നിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ നന്മയ്ക്ക് കാരണമാകും. ഇത് തന്നെ ഒരനുഗ്രഹമാണ്. ഇതൊരു ദൈവസ്നേഹമാണ്, ദൈവത്തിൻ്റെ ഒരു കടാക്ഷമാണ്. ഹല്ലേലൂയ. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് ദൈവവചനം നിങ്ങളോട് പറയുമ്പോൾ ആ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ കരം നിങ്ങളെ തൊടുന്ന അനുഭവം ഉണ്ടാകണം. രണ്ട് കാര്യങ്ങൾ നടക്കട്ടെ. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനിടയാകണം. ദൈവത്തിൻ്റെ കരം നിങ്ങളെ തൊടുന്ന ഒരനുഭവം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ വീടിന് കൂടി ഒരു അനുഗ്രഹമാകട്ടെ. സംഭവിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊരു അനുഗ്രഹമാകട്ടെ. ഇതൊരു ദോഷമായ ഒന്നിനും കാരണമാകില്ല. ഇത് സന്തോഷമുള്ള ഒരു ദൈവാനുഗ്രഹത്തിന് ഈ പ്രാർത്ഥനയും പാട്ടും വചനങ്ങളും കാരണമാകും. ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കുകയാണ് ആമുഖമായിട്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 35-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. ഇതിനകത്ത് ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പുണ്ട്. ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അനന്തരം അവൻ അവരോട് ചോദിച്ചു, യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ, ഞാൻ നിങ്ങളെ അയച്ചപ്പോൾ നിങ്ങൾക്ക് മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ വസ്ത്രങ്ങളോ ഒന്നും അധികമായി തന്നിട്ടല്ല നിങ്ങളെ ഞാൻ അയച്ചത്. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. ഇങ്ങനെ ഞാൻ അയച്ചു, നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവ് വല്ലതും ഉണ്ടായോ എന്ന് ചോദിച്ചു. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പം നിങ്ങൾക്ക് എന്തിനെങ്കിലും വല്ല കുറവുണ്ടായോ? അടുത്ത ഭാഗമാണ്. ശിഷ്യന്മാർ കമ്മിറ്റി കൂടാൻ പോയില്ല, മീറ്റിംഗ് കൂടി ആലോചിച്ച് റിപ്പോർട്ട് എഴുതിയിട്ട് പറയാമെന്ന് പറഞ്ഞില്ല. അവർക്ക് തിരിച്ചും മറിച്ചും ആലോചിക്കേണ്ടി വന്നില്ല. ഈ മറുപടി പറയാൻ അവർ മറുപടി പറഞ്ഞു. അവർ പറഞ്ഞു ഒന്നിനും കുറവുണ്ടായില്ല. അതൊന്ന് ഉറക്കെ വായിച്ചേ. ഒന്നിനും കുറവുണ്ടായില്ല. ഞങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും ഇന്നു വരെയും ഉണ്ടായിട്ടില്ല. വചനം കേൾക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇത് പറയാൻ ഇടവരട്ടെ. ഞങ്ങൾക്ക് ഒന്നിനും ഒരു കുറവ് ഇല്ലാത്ത വിധം ദൈവം നമ്മളെ സമർത്ഥമായിട്ട് നയിക്കട്ടെ. ആരോടാ? ശിഷ്യന്മാരോട് യേശു ചോദിച്ചു, നിങ്ങൾക്ക് വല്ല കുറവുണ്ടോ? ചെരുപ്പോ മടിശീലയോ ഭാണ്ഡമോ ആവശ്യത്തിന് പണമോ ഒന്നും തരാതെയാണ് ഞാൻ നിങ്ങളെ അയച്ചത്. നിങ്ങൾ മുന്നോട്ട് പോയത്. നിങ്ങൾക്ക് എന്തിനെങ്കിലും എവിടെയെങ്കിലും ഒരു കുറവ് വല്ലതും ഉണ്ടായോ? വായ്പ മേടിക്കേണ്ടി വന്നോ? കടം മേടിക്കേണ്ടി വന്നോ? ആരുടെയെങ്കിലും മുമ്പിൽ കൈ നീട്ടേണ്ടതായിട്ട് വന്നോ? ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടായിട്ടില്ല. സങ്കീർത്തന വചനമുണ്ട്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും ഒരു
കുറവുണ്ടാവുക. ഒരു കുറവും ഉണ്ടായില്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി, എനിക്കറിയാം, ഈ പ്രാർത്ഥനയൊക്കെ കൂടാനും ഈ വചനം ഇവിടെ ഇരുന്ന് കേൾക്കാനും ഒത്തിരി ആഗ്രഹിച്ചു വന്നവരാണ്. ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. ആമേൻ. ഇതാര് പറഞ്ഞ ഉറപ്പാ? ഇത് ദൈവത്തിൻ്റെ നല്ല ഉറപ്പാണ്. ഇത് 10 പേർക്ക് കൊടുക്കുന്ന ഉറപ്പല്ല. പ്രാർത്ഥനയിൽ നിൽക്കുന്ന, ദൈവവചനത്തിൽ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും വേദപുസ്തകം തരുന്ന, ദൈവവചനം നൽകുന്ന, ഇന്നും ജീവിക്കുന്ന യേശു നൽകുന്ന ഒരു നല്ല ഉറപ്പാണ്. ആമേൻ. ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചിലപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും, എൻ്റെ കൊച്ചിൻ്റെ ഫീസ് അടച്ചിട്ടില്ലല്ലോ, വിവാഹം നടക്കാൻ പോവുകയാണ്, അതിന് ആവശ്യമായ പണം ആയിട്ടില്ലല്ലോ, സ്വർണം എങ്ങനെ മേടിക്കും, വീടിൻ്റെ പണി എങ്ങനെ പൂർത്തിയാകും, ആ പൈസ എങ്ങനെ കൊടുക്കും, ആ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യും, ഒന്നും അറിയത്തില്ലല്ലോ, ആകപ്പാടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലല്ലോ, മനസ്സ് മുഴുവൻ വേദനയാണല്ലോ, ടെൻഷനാണല്ലോ. ഈ വാക്യം നിങ്ങളുടെ മനസ്സിൽ എഴുതി വെക്കുക. ഈ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക്, ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഒന്നിനും ഒരു കുറവുണ്ടായില്ലെന്ന് മാത്രമല്ല, എവിടെയും ഒരു കുറവുണ്ടാകാൻ ദൈവം സമ്മതിക്കുകയില്ല. ആമേൻ. ആമേൻ. വിശ്വസിക്കുന്ന എല്ലാവരും ഒരു കരമുയർത്തി, ശബ്ദമുയർത്തി പറയുമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നിനും ഒരു കുറവും ഉണ്ടാകത്തില്ല. ആമേൻ. ദൈവം നമുക്ക് വേണ്ടി ചിലരെ നിയോഗിക്കും. നമ്മളെ സഹായിക്കാൻ ദൈവം ചിലരെ ഈ ഭൂമിയുടെ എവിടെയൊക്കെയോ നിർത്തിയിട്ടുണ്ട്. നമ്മൾ പോലും കണ്ടിട്ടില്ലാത്തവർ ദൈവദൂതന്മാരെ പോലെ നമ്മുടെ മുമ്പിൽ വരും, നമ്മളെ സഹായിക്കും. അത് ദൈവത്തിൻ്റെ നടത്തിപ്പാണ്, ദൈവത്തിൻ്റെ കരുതലാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ദൈവവചനം നിങ്ങളോട് പങ്കുവച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല എന്ന് പറയാൻ തന്നെയാണ്. ഒന്നിനും ഒരു കുറവ് ഉണ്ടാകാൻ ദൈവം സമ്മതിക്കില്ല. ആമേൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നമ്മളിങ്ങനെ വചനം കേൾക്കുന്നത് നിങ്ങൾ ഒരിക്കലും പറയരുത് ദൈവം എന്നെ കൈവിട്ടു എന്ന് പറയല്. ഇങ്ങനെ ഈ ശബ്ദം, ദൈവവചനത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ദൈവം നിങ്ങളെ കൈവിട്ടു എന്നല്ല, ദൈവം നിങ്ങളെ ഇപ്പോഴും കൈവിട്ടിട്ടില്ല എന്നാണ്. ദൈവം കൈവിട്ടിട്ടില്ല. ദൈവം എന്നെ മറന്നു കളഞ്ഞു എന്നല്ല, ദൈവം നിങ്ങളെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്നല്ല, ദൈവം നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ഒരു കുറവും വരാൻ ദൈവം സമ്മതിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഈ വചനം പറയുമ്പോൾ ആദ്യം ഈ ഭാഗം ഒന്ന് ഓർക്കുവാണ്. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ദൈവാനുഗ്രഹത്തിലും പണിതുയർത്തിയതൊന്നും തകർന്നു പോവുകയല്ല. എന്തിലൊക്കെയാ? ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ദൈവാനുഗ്രഹത്തിലും പണിത് ഉയർത്തിക്കൊണ്ടു വന്നതൊന്നും തകർന്നു പോകില്ല. അത് ബിസിനസ്സാണേലും ശുശ്രൂഷാലയമാണേലും വിദ്യാഭ്യാസമാണേലും കുടുംബജീവിതമാണേലും മക്കളുടെ ഭാവിയായാലും അങ്ങനെയാണോ പണിതുയർത്തിക്കൊണ്ടു വന്നത്, അത് തകർന്നു പോകില്ല. അല്ലാത്തതാണ് വീണു പോകുന്നത്, തകർന്നു പോകുന്നത്, പരിഹാസപാത്രമായി തീരുന്നത്. നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാണ്, ദൈവമേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ബുദ്ധിയിലും ശക്തിയിലും കഴിവിലും പണത്തിലും പണിതുയർത്താൻ മാത്രമല്ല, ദൈവാനുഗ്രഹത്തിൽ, പ്രാർത്ഥനയിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്തിനേയും പണിതെടുത്താൽ അത് തകർന്നു പോകില്ല. അസൂയക്കാരനും
ഏഷണിക്കാരനും ചതിക്കുന്നവർക്കും മന്ത്രവാദിക്കും കൂടോത്രം ചെയ്യുന്നവനും അങ്ങനെ പണിതുയർത്തിയ ഒന്നിനെ നശിപ്പിക്കാനും കഴിയത്തില്ല. ആമേൻ. വിശ്വസിക്കുന്നോ? ആമേൻ, വിശ്വസിക്കുന്നു. നിങ്ങളത് പ്രാർത്ഥനയിൽ ഇതെടുക്കണം. ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് വരും. ചിലരൊക്കെ ഭയങ്കര കാര്യമായിട്ട് പണിതുയർത്തി, അവരുടെ തോന്നലിൽ, അവരുടെ ഇഷ്ടത്തിൽ, അവരുടെ പ്ലാനിൽ, ആലോചനയിലെല്ലാം പണിതുയർത്തി. പക്ഷെ അത് താഴെ പോയി, തോറ്റുപോയി, തകർന്നുപോയി, പലരുടെയും മുമ്പിൽ പരിഹാസപാത്രമായി. നമ്മുടെ പല തകർച്ചകളും പലർക്കും ഒരു പരിഹാസമാണ്. അവർക്ക് പറഞ്ഞു ചിരിക്കാൻ അതൊരു കാരണമാണ്. ദൈവത്തിലും ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ദൈവാനുഗ്രഹത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലുമാണോ ഒരു കാര്യം പണിതുയർത്തിയെടുക്കുന്നത്, അതൊരിക്കലും ആർക്കും പറഞ്ഞു ചിരിക്കാൻ, പരിഹസിക്കാൻ അത് കാരണമാകത്തില്ല. ആമേൻ. അതിനെ ദൈവം നല്ലൊരു സ്ഥലത്ത് എത്തിച്ചിരിക്കും. ഹല്ലേലൂയ. അതൊരു അഭിമാനമായിരിക്കും, അതൊരു സാക്ഷ്യമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊരു വാക്യം ബൈബിളിൽ എടുത്തത് പറഞ്ഞു തരാൻ ആഗ്രഹമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ്. ഒന്ന് വായിക്കുന്നത്, ഒന്ന് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നല്ലതായി വരണം എന്ന ആഗ്രഹമുള്ളവർക്കെല്ലാം ഇത് ബാധകമാണ്. അന്നും ബാധകമാണ്, ഇന്നും ബാധകമാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ വേണം എല്ലാ കാര്യങ്ങളും പണിതുയർത്താൻ. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും പ്രാർത്ഥിക്കണമെന്നൊന്നുമല്ല. പ്രാർത്ഥന അധികമായാലും വിഷയമാണ്. പ്രാർത്ഥന അധികമാകണ്ട. ഭക്തി ഒരു ഭ്രാന്ത് പോലെ ആകണ്ട. ഭക്തി ഒരു ഭ്രാന്ത് പോലെ ആകണമെന്നല്ല പറയുന്നത്. പ്രാർത്ഥന ഒരു ഭ്രാന്ത് പോലെ ആർക്കും ഒരു സമാധാനം തരൂല, സ്വസ്ഥത തരൂല, വീട്ടിലാരെയാലും കിടത്തി ഉറക്കുകയില്ല. അതൊരു പ്രാർത്ഥന ഭ്രാന്തായി മാറുന്നതാണ്. ഭക്തി ഭ്രാന്താകണമെന്നോ പ്രാർത്ഥന ഭ്രാന്താകണമെന്നോ വീട്ടിലാർക്ക് സമാധാനം കൊടുക്കരുതെന്നൊന്നും അല്ല പറയുന്നത്. എല്ലാ കാര്യങ്ങളും മനസ്സിലൊരു ദൈവവിചാരത്തോടെ ചെയ്യാവുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അതിനൊരു പക്വതയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് വേറൊരാൾ പ്രാർത്ഥന നിർത്താനിടയാകരുത്. അത് വലിയ പുണ്യമാണ്. നമ്മുടെ പലരുടെയും പ്രാർത്ഥന കണ്ടിട്ട് പലരും പ്രാർത്ഥിക്കാത്തവരായി മാറിയിട്ടുണ്ട്. നമ്മുടെ ഭക്തി കണ്ടിട്ട് പലരും ഇപ്പോൾ പള്ളിയിലൊന്നും പോകത്തില്ല. ചിലർ നമ്മുടെ പ്രാർത്ഥന കണ്ടിട്ട് ആരും പ്രാർത്ഥന നിർത്താൻ പാടില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ചിലരൊക്കെ പ്രാർത്ഥിച്ച് മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് വെറുപ്പിക്കും, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മുടെ പ്രാർത്ഥന വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. നിങ്ങൾ യേശുവിൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ, വേറൊരാളെ വെറുപ്പിക്കുന്ന പ്രാർത്ഥന ആയിരുന്നില്ല. യേശു മലമുകളിൽ പ്രാർത്ഥിക്കാൻ യേശു ആരോടെങ്കിലും പറഞ്ഞോ, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ നിങ്ങളുടെ കാര്യം പോക്കാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും, ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുവാണ്, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ആര് നിർബന്ധിച്ച് വഴക്കുണ്ടാക്കിയിട്ടല്ലല്ലോ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമെന്ന് ചോദിച്ചത്. യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്കും പ്രാർത്ഥിക്കാൻ തോന്നി. ആമേൻ. നമ്മുടെ പ്രാർത്ഥന കണ്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ, ജീവിത പങ്കാളി, മക്കൾ, അയൽക്കാർ, ദേശക്കാർ, നമ്മുടെ പള്ളിയിലൊപ്പം നിൽക്കുന്നവർ നമ്മുടെ പ്രാർത്ഥന കണ്ടിട്ട് ഇയാളുടെ ഒരു പ്രാർത്ഥന കണ്ട് പ്രാർത്ഥനയോട് വെറുപ്പ് തോന്നുന്നു പറയാനിടയാകരുത്. നമ്മുടെ പ്രാർത്ഥന കണ്ട് ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ആമേൻ. നമ്മളുടെ ആരാധന കണ്ട്, നമ്മുടെ ആ ദൈവത്തോടുള്ള ബന്ധം കണ്ട് നമ്മുടെ ദൈവത്തോട് അവർക്കും കൂടുതൽ അടുക്കാൻ തോന്നണം. നമ്മുടെ പ്രാർത്ഥനയും ഭക്തിയും കണ്ട് ഇനി തൊട്ട് ഞാൻ ഇയാളുടെ പ്രാർത്ഥനയും കോപ്രായവും കണ്ട് മടുത്ത് ഇനി ഞാൻ പള്ളി പോകുന്നില്ല എന്നാരും തീരുമാനിക്കാൻ പാടില്ല. നമ്മുടെ ചിലരുടെ പ്രാർത്ഥന കണ്ട് ചിലർ പ്രാർത്ഥന നിർത്തി. നമ്മുടെ ഭക്തി കണ്ട് ചിലർ ഭക്തിയെ ഇനി ഞാൻ ഈ ഭക്തിമാർഗത്തിലില്ലെന്ന് പറഞ്ഞവരുണ്ട്. നമ്മുടെ പ്രാർത്ഥന അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാകട്ടെ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ചേർന്നൊന്ന് പറയാമോ? ശബ്ദമുയർത്തി പറയുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ കേൾക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആകട്ടെ, നിങ്ങളുടെ ജീവിതമാകട്ടെ, നിങ്ങളുടെ ബിസിനസ് ആകട്ടെ, നിങ്ങളുടെ ഭാവിയാകട്ടെ, പ്രാർത്ഥനയിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവവചനത്തിൽ, ദൈവാനുഗ്രഹത്തിൽ അതിനെ പണിതെടുക്കുക. ആർക്കും അതിനെ നശിപ്പിക്കാനോ തോൽപ്പിക്കാനോ കഴിയത്തില്ല. അതൊരു അഭിമാനമായി ദൈവാനുഗ്രഹത്തിൽ ദൈവം അതിനെ ഉയർത്തി നിർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ആ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായം. അതിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. ബാബേൽ ഗോപുരം. ബാബേൽ വീടെന്നോ ബാബേൽ കെട്ടിടമെന്നല്ല, ബാബേൽ ഗോപുരമാണ്. ഗോപുരം എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം പോലെയോ വീട് പോലെയോ ഒരു കോംപ്ലക്സ് പോലെയോ ഒന്നും അത്രയും നിസ്സാരമല്ല, വലുതാണ് ഗോപുരം. പണിതവരൊക്കെ വലിയ ബുദ്ധിയുള്ളവരാണ്. പക്ഷെ ഒരു പാരഗ്രാഫിൽ 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10-9 വചനം വരെ 3 വാക്കുകളില്ല. അവർ ദൈവത്തെക്കുറിച്ചോ പ്രാർത്ഥനയെക്കുറിച്ചോ സംസാരിക്കുന്നു പോലുമില്ല. അങ്ങനെ അവർ ബാബേൽ ഗോപുരം പണിതു. പേരും പ്രശസ്തിക്കും വേണ്ടി പണിതു. പകുതി വഴിക്ക് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തമ്മിലടിച്ച് ചേതറിപ്പോയി. ആദ്യം കൂടെ നിന്നവരൊക്കെ തമ്മി തല്ലി ചെതറി വഴക്കുണ്ടാക്കി 4 വശത്തേക്ക് ചെതറിപ്പോയി. പ്രാർത്ഥനയിൽ, ദൈവാനുഗ്രഹത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ പണിതുയർത്തുന്നതൊന്നും ചെതറിപ്പോകത്തില്ല, തകർന്നു പോകത്തില്ല. വിശ്വസിക്കുന്നെങ്കിൽ ഈ വാക്യം വായിച്ചേ. 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നു. ഭൂമിയിൽ ഒറ്റ ഭാഷയും സംസാര രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2-ാമത്തെ വാക്യം. കിഴക്കുനിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി. കിഴക്കുനിന്ന് വന്നവർ ഷീനാറിൽ എന്ന് പറയുന്ന സ്ഥലത്തൊരു നല്ല ദേശം കണ്ടെത്തി. അവിടെയാണ് ബാബേൽ ഗോപുരം പണിയാൻ തീരുമാനിച്ചത്. അവിടെ പാർപ്പുറപ്പിച്ചു, അവിടെ താമസിച്ചു, അവിടെ വന്ന് സെറ്റിൽഡായി. 3-ാമത്തെ വാക്യം. നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാമെന്നോ, നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിലൊന്ന് ആലോചിക്കണം, ദൈവത്തിൻ്റെ ഹിതം ആരായണമെന്നൊന്നും അവരാരും പറയുന്നില്ല. നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുത്ത് വലിയൊരു കൊട്ടാരം പണിയണം, ഉയർത്തണം, പേര് പ്രശസ്തിയും വർദ്ധിക്കണം. ഇതെല്ലാം വേണം. പക്ഷെ ആദ്യം വേണ്ടത് ഇവയൊന്നുമല്ല. ആദ്യം ഇവരെടുത്തത്, ഇവർ പറയാണ്, നമുക്ക് ഇഷ്ടികയുണ്ടാക്കണം, നമുക്ക് കല്ലിന് പകരം ഇഷ്ടിക കൊണ്ടുവരണം, കുമ്മായത്തിന് പകരം കളിമണ്ണ് വേണം. എന്നിട്ടോ 4-ാമത്തെ വാക്യം. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം. നമുക്ക് പേരും പ്രശസ്തിയും പണവും എല്ലാം ഉണ്ടാക്കണം, വലിയ ആളാകണം എന്നാഗ്രഹിച്ച് അവിടെ ദൈവത്തെ അവർ കൂട്ടുപിടിക്കുന്നില്ല. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ? ദൈവത്തെ കൂട്ടുപിടിക്കാതെ, പ്രാർത്ഥനയില്ലാതെ അവർ തുടങ്ങിയത് ലക്ഷ്യത്തിലെത്തിയില്ല. അത് പാതി വഴിക്ക് നിന്നുപോയി. അടുത്ത ഭാഗം എഴുതിയിട്ടുണ്ട്. മനുഷ്യർ 8-ാമത്തെ വാക്യം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവരെല്ലാം ചെതറിപ്പോയി. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മനസ്സിലാകാതെ വഴക്കുണ്ടായി, തമ്മിലടിച്ച് ചെതറിപ്പോയി. ഉദ്ദേശിച്ച സ്ഥലത്ത് അവർക്കത് എത്തിക്കാൻ പറ്റിയില്ല. എഴുതിയിട്ടുണ്ട്, അവർ ചിതറിക്കപ്പെട്ടു. അതുകൊണ്ട് അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. നല്ല ആവേശത്തിൽ തുടങ്ങിയതാ, പക്ഷെ മടുത്തിട്ടിട്ടേച്ച് പോയി. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഉയരണം, രക്ഷപ്പെടണം, നല്ലൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആദ്യം വേണ്ടത് ചുടുകട്ടയും കുമ്മായവും ആദ്യം വേണ്ടത് പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള ബന്ധമാണ്. ദൈവവചനത്തെ മുന്നിൽ വെച്ച് പ്രാർത്ഥനയിൽ വേണം ഓരോ പണിതുയർത്തലും ആരംഭിക്കാൻ. അത് ശുശ്രൂഷയാണേലും. നിങ്ങൾ ഇരിക്കുന്നത് ഒരു നല്ല സ്ഥലത്താണ്. ഇത് പെട്ടെന്നുണ്ടായി വന്നതല്ല. ഈ സ്ഥലം, ഇങ്ങനെ ഇരിക്കുന്ന കസേരയും ഹാളും ഈ പറമ്പും ഈ വഴിയെല്ലാം ഇന്നലെ അങ്ങോട്ട് പൊട്ടി മുളച്ചതല്ല. പൂവേൽ പൂക്കൾ ഉണ്ടാകുന്ന പോലെ പെട്ടെന്ന് ഉണ്ടായി വന്നതല്ല. ഏറെ നാളത്തെ പ്രാർത്ഥനയുണ്ട് ഇതിൻ്റെ പുറകിൽ, ഏറെ നാളത്തെ ഉപവാസമുണ്ട് ഇതിൻ്റെ പുറകിൽ,
ഏറെ നാൾ ഈ പുസ്തകം തുറന്നു വെച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച പല ദിവസങ്ങളും മണിക്കൂറുകളും മാസങ്ങളും ഉണ്ട് ഒന്നിങ്ങനെയൊന്നായി വരാൻ. അതിൻ്റെ പിറകിൽ ചുമ്മാ ഉണ്ടായി വന്നതല്ല. ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾ ഭയങ്കര വലിയ പുള്ളികളായതുകൊണ്ടല്ല. ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടാണ്. പ്രാർത്ഥനയിൽ പണിതുയർത്തുന്നതൊന്നും ബാബേൽ ഗോപുരം പോലെ തകർന്നു പോകത്തില്ല. ഹല്ലേലൂയ. അത് നിങ്ങൾ മക്കളൊക്കെ ഉള്ളവരാണ്, മക്കളുടെ വിവാഹം ആലോചിക്കുന്നവരാണ്, മക്കളുടെ വിദ്യാഭ്യാസം ഓർക്കുന്നവരാണ്, നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പോകുന്നവരാണ്. ബാബേൽ ഗോപുരം പോലെ പണിത് മണ്ടന്മാരാകരുത്, വിവേകമില്ലാത്തവരെ പോലെ ആകരുത്. എങ്ങനെ പണിയണം? ദൈവത്തോടുള്ള ബന്ധത്തിൽ, ഏറെ നാളത്തെ പ്രാർത്ഥനയിൽ. ഒരു കോഴിമുട്ട പോലും വിരിയണമെങ്കിൽ 10-20 ദിവസം കഴിയണം. ചുമ്മാതെ വിരിയത്തില്ല. അതിന് പറ്റിയ ഒരു അന്തരീക്ഷത്തിൽ ആ തള്ളക്കോഴി അതിൻ്റെ മുകളിൽ അടയിരിക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് ജീവൻ ഉണ്ടായി വരുന്നതും അത് വിരിയുന്നതും ജീവനായി പുറത്തു വരുന്നതും. ഇതുപോലെ ദൈവാനുഗ്രഹമുള്ള ഒന്നിനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ കുറച്ചു നാൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇരിക്കണം. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും 50 ലക്ഷമോ 80 ലക്ഷമോ രൂപയുടെ ഒരു കാറുണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ മേടിച്ച ഒരു കാറുണ്ട്, 80 ലക്ഷം രൂപ 1 കോടി രൂപയുടെ കാറ് വരെ ഉണ്ടെന്നിരിക്കട്ടെ. എത്ര വിലയുള്ള കാറാണേലും അതിന് ഇന്ധനം നിറയ്ക്കണം, അല്ലാതെ അത് മുന്നോട്ട് പോകില്ല. എത്ര ലക്ഷം രൂപയുടെ മുതലാണേലും അതിനെ പമ്പിലോ അതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് അത് ഓപ്പൺ ചെയ്ത് 1000 5000 രൂപയ്ക്കും 7000 രൂപയ്ക്കും 3000 രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കാൻ ആവശ്യപ്പെടണം. അപ്പോഴാണ് അത് ഇന്ധനം നിറയ്ക്കുമ്പോൾ റോട്ടിലൂടെ അത് ഫസ്റ്റും സെക്കൻഡും തേർഡ് ഗിയറിലൊക്കെ അത് ഓടത്തുള്ളൂ. എത്ര വിലയുണ്ടെങ്കിലും ഇന്ധനമില്ലെങ്കിൽ വണ്ടി സൈഡിൽ കിടക്കും, മുന്തിത്തള്ളി സൈഡാക്കി മാറ്റി വെക്കേണ്ടി വരും, റോട്ടിൽ കിടക്കും. ജീവിതവും അങ്ങനെ തന്നെയാണ്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല, കുറേ ബുദ്ധി ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. ജീവിതം മുന്നോട്ട് പോകാനുള്ള ഇന്ധനമാണ് ദൈവത്തോടുള്ള ബന്ധം. അത് നിറയ്ക്കുന്ന, ഇന്ധനം നിറയ്ക്കുന്ന ഒരു സ്ഥലമാണിത്. ഹല്ലേലൂയ. വാഹനത്തിന് ഇന്ധനം നിറയ്ക്കാൻ പമ്പിൽ കൊണ്ടുപോയി നമ്മൾ ക്യൂവിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുന്നത് പോലെ തന്നെ ജീവിതത്തിന് ആവശ്യമായ ഇന്ധനം നിറയ്ക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് നിങ്ങളുടെ ജീവിതത്തെ പുറകോട്ട് കൊണ്ടുപോകുന്ന ഒന്നല്ല, മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ്. ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചേ. ബാബേൽ ഗോപുരം പണിതുപോലെ പണിത് ഈ വചനം കേൾക്കുന്ന ആരും മണ്ടന്മാരും വിവേകശൂന്യതയുള്ളവരുമാകാതിരിക്കട്ടെ, ദോഷന്മാരാകാതിരിക്കട്ടെ. പലരും ജീവിതത്തിൽ പരാജയപ്പെട്ടത് ഇങ്ങനെയാണ്, പലരും ജീവിതത്തിൽ തോറ്റുപോയത് ഇങ്ങനെയാണ്. എടുത്തു ചാട്ടം കൂടുതലായിരുന്നു. ഒന്നിലേക്കും എടുത്തു ചാടരുത്. ആലോചന വേണം, പ്രാർത്ഥന വേണം, ദൈവത്തോടുള്ള ബന്ധം വേണം. ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിൽ അത് വയ്ക്കണം. അപ്പോഴാണ് ദൈവം അതിനെ അനുഗ്രഹമാക്കി ഉയർത്തുന്നത്, അഭിമാനത്തിന്റെ അടയാളമായി അത് മാറുന്നത്. ഹല്ലേലൂയ. ഇല്ലെങ്കിലോ അതൊരു പരിഹാസപാത്രമായിട്ട് മാറും. ചിലർ പറയില്ലേ, എന്നാ വലിയ മിടുക്കനായിരുന്നു പുള്ളി, പക്ഷെ പുള്ളി എങ്ങും എത്തിയില്ല. എന്നാ വലിയ ഒരു ഗമയായിരുന്നു, പക്ഷെ പുള്ളി തോറ്റുപോയില്ലേ. എന്നാ വലിയ ഓട്ടമായിരുന്നു, എന്നാ വലിയ കാറിൽ നടന്ന ആളാ, പുള്ളിക്കിന്ന് ഒരു മാരുതിയുടെ പഴയ ഒരു 800 കാറേ ഉള്ളല്ലോ. പുള്ളി ഏറ്റവും വിലയുള്ള കാറിൽ ഒരു കാലത്ത് നടന്ന ആളാണ്, പക്ഷെ ആരുടെയോ സഹായത്താൽ ഇന്ന് മേടിച്ച പഴയ ഒരു 800 കാറ് അതേ ഉള്ളൂ ഇദ്ദേഹത്തിന് ഇന്ന്. എങ്ങനെയൊക്കെയോ ജീവിക്കേണ്ട പലരും താഴെ തട്ടിലായി നിൽക്കുന്നത്. എന്നാ താഴെ പോയത്? ദൈവത്തോടുള്ള ബന്ധം കുറയുമ്പോഴാണ് ജീവിതവും താഴെ പോകുന്നത്. ഹല്ലേലൂയ. ഒന്നുറക്കെ ഒരു കരം ഉയർത്തി, ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കുഞ്ഞു സാക്ഷി നിങ്ങളോട് പറയാം. നിങ്ങൾക്കിത് അനുഗ്രഹമായിരിക്കും, അനുഗ്രഹമാകും. ഞാൻ ഒരിക്കലത് പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഒരമ്മയും അപ്പനും അവരുടെ ഒരു മകളെ തമിഴ്നാട്ടിലുള്ളൊരു സ്ഥലത്തേക്കാണ് വിവാഹം കഴിച്ചയച്ചത്. അവർക്കൊരു ആ പെൺകുട്ടിയുടെ ഇളയ സഹോദരൻ ഉണ്ട്. നന്നായിട്ട് പഠിക്കുന്ന ആളൊക്കെ ആയിരുന്നു.
ഓരോ സമയത്തും സ്കോളർഷിപ്പോടുകൂടിയൊക്കെ പഠിച്ചയാളാണ്. പക്ഷേ ജീവിതത്തിൽ എവിടെ എത്തിയില്ല. കോളേജ് കാലത്ത്, പ്ലസ് ടു കഴിഞ്ഞ് കോളേജ് കാലത്ത് മദ്യപാനം തുടങ്ങി, കൂട്ടുകൂടി, പഠിപ്പ് മുടങ്ങി, എല്ലാം താറുമാറായി. ആ അമ്മയെ നമ്മുടെ വയനാട് ജില്ലയ്ക്ക് അപ്പുറമുള്ള ഒരു ജില്ലയിൽ, കോട്ടയത്ത് ആ ഭാഗത്ത് ഒരു അപ്പനും അമ്മയും നോക്കാൻ വേണ്ടി വീട്ടുജോലിക്ക് പോയി നിൽക്കുവാണ്. ഈ ചേച്ചിയുടെ ഹസ്ബൻഡും കള്ളുകൂടിയാണ്, മകനും കള്ളുകൂടിയാണ്. രണ്ടുപേരും വീട്ടിൽ വെച്ച് കുടിക്കും. കുടിക്കുന്ന സമയത്ത് ഇവർ സുഹൃത്തുക്കളാണ്. കള്ളകത്ത് ചെന്നാൽ പിന്നെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടും. ഭയങ്കര വഴക്കാണ്. സമാധാനമില്ല, സ്വസ്ഥതയില്ല. കുടുംബം മുന്നോട്ട് പോകുന്നത് ഈ അമ്മ വീട്ടുജോലിക്ക് പോയിട്ടാണ്. ആ അമ്മ ഒരു ദിവസം നമ്മുടെ താഴത്തെ ധ്യാന ചാപ്പലിൻ്റെ മുന്നിൽ വന്ന്, വ്യാഴമോ വെള്ളിയോ ഉള്ള ദിവസങ്ങളിലല്ല, ഒരു സാധാരണ ദിവസം, അത്ര നന്നായി തലമുടി ചീകിയിട്ടില്ല, നല്ലൊരു വേഷം ധരിച്ചല്ല നിൽക്കുന്നതും. നമുക്ക് പെട്ടെന്ന് തോന്നിയാൽ സാധാരണ പുറത്തൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തൊരു വസ്ത്രമാണ് ധരിച്ചത്, ഭംഗിയുള്ള വസ്ത്രമല്ല. പെട്ടെന്ന് എനിക്ക് തോന്നി സഹായത്തിന് വല്ലതും വന്നതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പിന്നീട് പറഞ്ഞു, സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചല്ല വന്നത്. അപ്പോൾ ആ അമ്മയുടെ മുഖം മുഴുവൻ, ഈ മുഖത്ത് മുറിഞ്ഞ പാടുകളുണ്ട്, മുഖത്ത്, മൂക്കിൻ്റെ അവിടെ, മൂക്കിൻ്റെ പുറത്ത്. അപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചു, ഇതെന്തു പറ്റിയതാണ്? അപ്പോൾ ആ അമ്മ പറഞ്ഞു, എൻ്റെ മകൻ കള്ള് കുടിച്ച് വന്നേച്ച് എൻ്റെ മുഖം ഭിത്തിയിൽ ഇടിപ്പിച്ചതാണ്. മകനോ? അത് പറഞ്ഞ ആ വ്യക്തി സാരിയുടെ ഒരു ഭാഗം മുഖം മറച്ച് കരയുകയാണ്. നമ്മുടെ ഈ മുറ്റത്ത് വെച്ച് കുറച്ച് നാളുകളായി. അപ്പം ഞാനിങ്ങനെ ഓർത്തു, എത്ര നന്നായി ജീവിക്കേണ്ട ഒരു മകനാണ്. സ്കോളർഷിപ്പോടുകൂടി പഠിച്ച് നല്ല ഒരു സ്ഥലത്ത് എത്തേണ്ടവൻ, കൂട്ടുകൂടി തകർന്ന് തരിപ്പണമായി, ലക്ഷ്യബോധമില്ല, സ്വന്തം അമ്മേനെ അടിക്കുന്ന അവസ്ഥയിൽ, ഉപദ്രവിക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചു. ഇതുപോലെ തന്നെ മറ്റൊരു ഞാൻ പറയുന്നത്, നിങ്ങളുടെ മക്കളെ, ഒരു തലമുറയെ ദൈവത്തോടുള്ള ബന്ധത്തിലും പ്രാർത്ഥനയിലും വേണം വളർത്താൻ. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ എന്നോട് ഒത്തിരി നാളായി പറയുന്നു, ഇന്ന സ്ഥലം വരെ എൻ്റെ കൂടെ വരണം. ഞാൻ വേറെ ആരോട് ആർക്ക് വേണ്ടിയും ചോദിക്കത്തില്ല. അത്രയും തകർന്നിരിക്കുന്ന ഒരു കുടുംബമാണ്. വണ്ടിയെ കയറണം. ഞാൻ പല പ്രാവശ്യവും തിരക്കാണ്, അങ്ങനെ ക്ലാസ് ഉണ്ട്, ഞാൻ പിന്നെ ആട്ടെ, അടുത്ത ആഴ്ചയാട്ടെ, പിന്നെ ഒരു ദിവസം നോക്കാം എന്ന് പറഞ്ഞ് കുറേ ദിവസം ഇത് മാറ്റി കളഞ്ഞ ആളാണ് ഞാൻ. എൻ്റെ സാഹചര്യം ഒന്ന് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഒരു ദിവസം ഈ വ്യക്തിയുടെ കൂടെ ഞാൻ വാഹനത്തിൽ പോയി. അവിടെ അല്പം പ്രായമായ ഒരു അപ്പച്ചൻ ഇരിപ്പുണ്ട്. ആ സെറ്റിയേൽ നല്ല വീടുണ്ട്, നല്ല മുറ്റമുണ്ട്, സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, 2-3 വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന പാർക്കിംഗ് സൗകര്യങ്ങളുള്ള വീടുണ്ട്. കാശൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ആ വ്യക്തിയുടെ മകൻ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് കരഞ്ഞെന്നറിയാമോ? എൻ്റെ മകൻ ലഹരിക്കടിമയാണ്. അവൻ വലിയ മിടുക്കനൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാനൊരു സാധനം എടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പം എൻ്റെ മകൻ ഓടി വന്ന് എൻ്റെ ഈ ഭാഗത്ത് ഇടിച്ച് എൻ്റെ 2 ഞരമ്പ് കട്ടായിപ്പോയി. അതുകൊണ്ട് ഈ കൈ പൊക്കത്തില്ല. ഒരു കൈ, ആ അപ്പച്ചൻ്റെ കൈ പൊക്കത്തില്ല. താടിയും മീശയും തലമുടിയും നരച്ച ഒരാളാണ്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ആ സെറ്റിയേലിരുന്ന് തല താഴ്ത്തി ഏങ്ങലടിച്ച് കരയുവാണ്. പക്ഷെ ആ അപ്പന് മകനോട് ഇപ്പോഴും പിണക്കമൊന്നുമില്ല. ഞാൻ കുറേ നേരം ആ ഭവനത്തിൽ 10 മിനിറ്റത്തേക്ക് പോയതാണെങ്കിൽ 1 മണിക്കൂറോളം ആ വീട്ടിൽ ഇരുന്നിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. സ്വന്തം മകൻ ഒറ്റ ഇടി കൊടുത്തു. അപ്പോൾ എത്ര ബലത്തിലെ ഇടിച്ചിട്ട് ആ വ്യക്തിയുടെ കൈയുടെ 2 ഞരമ്പ് കട്ടായിപ്പോയി. കൈ പൊക്കത്തില്ല. ഇപ്പുറത്തെ കൈയുടെ സഹായം വേണം എടുത്തു വെക്കാൻ. ഞാനിത് പറഞ്ഞത്, മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രാർത്ഥനയിലും ദൈവത്തോടുള്ള ബന്ധത്തിലും പണിതുയർത്തിക്കൊണ്ടു വന്നാലേ അത് അനുഗ്രഹമായി നിലനിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ.
ഇങ്ങനെയുള്ള വീടുകളിൽ അപ്പുറത്തെ വീട്ടുകാർ ഇപ്പുറത്തെ വീട്ടുകാർ ഈ വീട്ടിൽ നിന്ന് ബഹളം കേൾക്കുമ്പം പറഞ്ഞു ചിരിക്കുന്നു. ഓ, ആ മകൻ കള്ളു കുടിച്ചേച്ച് വന്ന് അപ്പനെ ഇട്ട് തല്ലുന്നു, അമ്മേനെ ഉപദ്രവിക്കുന്നു. അപ്പുറത്ത് നിന്നും ഇപ്പുറത്ത് നിന്നും അവർ മുറ്റത്ത് നിന്ന് ഇതെല്ലാം കാണുക. ആ വീടൊരു പരിഹാസപാത്രം പോലെ. ഞാനിത് പറഞ്ഞത് ആരെയും താഴ്ത്തിക്കെട്ടാനല്ല, ഞാനിത് പറഞ്ഞത് നിങ്ങളെ വേദനിപ്പിക്കാനുമല്ല. എന്തിനാ ഇത് പറയുന്നേ? നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഭാവി ബാബേൽ ഗോപുരം പണിത പോലെ എന്തൊക്കെയോ പണിത് ഭോഷന്മാരാവല്ല്, മണ്ടന്മാരാകല്ല്. പ്രാർത്ഥനയിലും ദൈവത്തോടുള്ള ബന്ധത്തിലും അതിനെ പണിതുയർത്തിയാൽ അതൊരു അഭിമാനമായി, അനുഗ്രഹമായി, മക്കളായാലും വീടായാലും ബിസിനസ്സായാലും അത് ദൈവം അതിനെ അങ്ങനെ നിലനിർത്തും. നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് 10 ദിവസത്തേക്കുള്ള ഒരു അനുഗ്രഹം പോരാ, നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം എൻ്റെ വീട്ടിൽ വേണം. എങ്ങനെ വേണം? നിലനിൽക്കുന്ന. 10 ദിവസം, 1 വർഷം, 6 മാസം, 2-3 വർഷത്തേക്കുള്ള അനുഗ്രഹം അല്ല പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നതാകട്ടെ. ഒന്നിൻ്റെ പേരിലും, സാമ്പത്തികത്തിൻ്റെ പേരിലോ മക്കളുടെ പേരിലോ ആരോഗ്യത്തിൻ്റെ പേരിൽ ആരുടെ മുമ്പിലും നിങ്ങളോ ഞാനോ പരിഹാസപാത്രമാകാൻ ദൈവമേ ഇടയാക്കല്ലേ. മറ്റുള്ളവർക്ക് പറഞ്ഞ് ചിരിച്ച് കൈകൊട്ടി ചിരിച്ച് ആഘോഷിക്കാൻ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം കാരണമാകല്. ബാബേൽ ഗോപുരം പോലെ ആകലൊന്നും. അത് പകുതി വഴിക്ക് പണി നിർത്തി ഇവരിട്ടേച്ചോടി, അതങ്ങനെ തകർന്ന് തരിപ്പണമായി. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ മക്കൾ അനുഗ്രഹമായി ഉയർന്നു വരണം. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊരു സ്ഥലത്ത് ഒരു യാക്കോബായക്കാരുടെ ധ്യാനത്തിന് അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോകുമ്പോൾ അവരുടെ ആ പള്ളിയിലെ ഒരു ചേട്ടൻ്റെ വീട്ടിലാണ് എല്ലാവർക്കുമുള്ള ഭക്ഷണം ഒരുക്കിയിരുന്നത്. ഓർക്കുന്നോ? അപ്പം നമ്മളെല്ലാവരും പോയപ്പോൾ അവരുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നമ്മുടെ വീടിനേക്കാൾ വലിയൊരു വീടുണ്ടാക്കി വെച്ചിരിക്കുക, വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ. ഡ്രൈവർമാർക്കെല്ലാം താമസിക്കാൻ വേണ്ടി അപ്പുറത്തൊരു വീട്. നല്ല കോടീശ്വരന്മാരായൊരു വീട്ടിലാണ് അന്ന്. ഞാൻ അത്രയും വലിയ വീട്ടിലാണ് ആദ്യമായിട്ട് ആ നാളുകളിൽ കയറിയത്. അപ്പോൾ അവിടെ അവരുടെ കുടുംബക്കാർ, അവരുടെ ജ്യേഷ്ഠൻ, അനുജൻ, കുറേ ആൾക്കാരും വന്നിട്ടുണ്ട്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അപ്പോൾ ആ വീട്ടിലെ ആൾക്ക് 2 മക്കളാണ്. 2 മക്കളാണ് അവർക്കുള്ളത്. 2 മക്കൾ. അതിലൊരാൾ യൂറോപ്യൻ രാജ്യത്താണ്, ഒരാൾ ആ വീട്ടിലുണ്ട്. 2 പേരും പുറം രാജ്യത്ത്. 2 പേരും, ഒരു ആങ്കൊച്ചു ഒരു പെങ്കൊച്ചുമാണ്. 2 പേര് 2 രാജ്യത്താണ്. അപ്പോൾ അവരെല്ലാം ഇങ്ങനെയാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ഭക്ഷണത്തിന് മുമ്പ് ആ വീട്ടിലൊരു കുഞ്ഞു പ്രാർത്ഥന നടന്നു. യാക്കോബായക്കാരുടെ വീടാണ്. ആ വീട്ടിലെ കുടുംബനാഥനാ പ്രാർത്ഥിച്ചത്. പൈസയ്ക്കൊന്നും ഒരു പഞ്ഞവും ഇല്ല. ആ വീടും ആ പരിസരവും അവിടെ കിടക്കുന്ന വാഹനവും അതിൻ്റെ വിലയെല്ലാം അങ്ങോട്ട് ഊഹിച്ചാൽ തന്നെ അറിയാം. നല്ല കൊള്ളാവുന്നൊരു വീടും നല്ല പൈസയുള്ള സാമ്പത്തികമുള്ള സമൂഹത്തിൽ നിലയും വിലയും ഉയർന്ന് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ആ കുടുംബനാഥനാണ് ആ വീട്ടിൽ പ്രാർത്ഥിച്ചത് എന്നറിയാമോ? പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? കർത്താവേ, എൻ്റെ മകളുടെ വിവാഹം നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നി, അതിനിപ്പോൾ ഇയാളിവിടെ പറയേണ്ട കാര്യം എന്നാ? ഞങ്ങൾ ആ വിവാഹം സംബന്ധിക്കാൻ വന്നവരല്ല, പള്ളിയിലൊരു പ്രാർത്ഥനയ്ക്ക് വന്നവരാണ്, ആ വീട്ടിൽ ഭക്ഷണത്തിന് വന്നവരാണ്. ഞങ്ങൾ ചെറുതായിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ? അദ്ദേഹം അവിടെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കുവാണ്. കുറേ ആൾക്കാരുണ്ട്, ഒരു 10-50 പേരോളം മിനിമം ഉണ്ട്, അവരുടെ കുടുംബക്കാരും പ്രിയപ്പെട്ടവരെല്ലാം കൂടെ. അപ്പോൾ ആ വീട്ടിൽ അവർ പ്രാർത്ഥിക്കുക, എൻ്റെ മകളുടെ വിവാഹമാണ് അടുത്ത വർഷം വരാൻ പോകുന്നത്. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുവാണ്, കർത്താവേ, എൻ്റെ മകളെ വിവാഹം കഴിക്കുന്ന വ്യക്തി ദൈവത്തെ അറിഞ്ഞ ഒരാളായിരിക്കണമേ. ദൈവത്തോട് ബന്ധമില്ലാത്ത ഒരാൾ എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടാൻ ഇടയാകരുതേ. അപ്പം നമ്മൾ ഓർക്കും അടുത്ത വർഷമാണ് കല്യാണം, അതിനിപ്പോഴേ ഇയാൾ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? അയാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത പ്രാർത്ഥന. ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല അങ്ങനത്തെ പ്രാർത്ഥന, ഇന്നു വരെ അന്ന് കേട്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് പിന്നെ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം? എനിക്കൊരു പ്രസംഗ വിഷയം കിട്ടിയ വീടാണത്. ഞാൻ ഇതിനു മുമ്പ് ചില സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുക, എൻ്റെ മകളുടെ വിവാഹമാണ് അടുത്ത വർഷം നടക്കാൻ ആഗ്രഹിക്കുക,
എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് ബന്ധമുള്ള ഒരാളായിരിക്കണേ. ദൈവത്തോട് ബന്ധമില്ലാത്ത ഒരാൾ എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടാൻ ഇടയാകരുതേ. പ്രാർത്ഥന തീർന്നില്ല. വീണ്ടും അയാൾ പ്രാർത്ഥിക്കുവാണ്, കർത്താവേ, എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് അവൾക്ക്, എൻ്റെ മകൾക്ക് ദൈവമേ അങ്ങ് മക്കളെ കൊടുക്കുമ്പോൾ ദൈവത്തോട് ബന്ധമുള്ള, പ്രാർത്ഥനയുള്ള, ദൈവത്തെ സ്തുതിക്കുന്ന മക്കളെ കൊടുക്കണമേ. ഇനി അടുത്തത് അപ്പം പ്രാർത്ഥിക്കുവാണ്, ദൈവമേ, എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് അവൾക്കുണ്ടാകുന്ന മക്കൾ ദൈവത്തെ അറിയാത്തവരും പ്രാർത്ഥനയെ ചീത്ത പറയുന്നവരും പള്ളിയിൽ പോകാത്തവരും ദൈവാരാധനയെ വിമർശിക്കുന്നവരുമാണ്. അങ്ങനെ ആകാനുള്ളവരാണെങ്കിൽ എൻ്റെ മകൾക്ക് അങ്ങ് മക്കളെ കൊടുക്കരുതേ. ആമേൻ. ദൈവത്തെ ഇഷ്ടമില്ലാത്ത, പ്രാർത്ഥനയില്ലാത്ത, ദൈവത്തെ കുറ്റം പറയുന്ന, ദൈവത്തെ വിമർശിക്കുന്ന, ആരാധനയെ വിമർശിക്കുന്ന മക്കളാണ് എൻ്റെ മകൾക്ക് നാളുകളിൽ ഉണ്ടാകാൻ പോയി വലുതാകാൻ പോകുന്നെങ്കിൽ, ആ സ്വഭാവത്തിലാണ് വരുന്നതെങ്കിൽ എൻ്റെ മകൾക്ക് അങ്ങ് മക്കളെ കൊടുക്കരുതേ. എൻ്റെ മകൾക്ക് മക്കളെ കൊടുക്കുവാണെങ്കിൽ ദൈവമേ, നിന്നെ ആരാധിക്കുന്ന, അതിൽ സന്തോഷിക്കുന്ന, അതിൽ അഭിമാനിക്കുന്ന മക്കളെ എൻ്റെ മകൾക്ക് കൊടുക്കാവുള്ളേ. ഹല്ലേലൂയ. ഇനി അടുത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുക, കർത്താവേ, കുറച്ച് വർഷം കഴിയുമ്പോൾ ഞങ്ങൾ പ്രായാധിക്യത്താൽ മരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ മക്കൾ, മക്കളുടെ മക്കൾ, അവരുടെ മക്കൾ ഇങ്ങനെ തലമുറയായി കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ തലമുറയിൽ ആരും എത്ര വർഷം കഴിഞ്ഞാലും ഞങ്ങളുടെ തലമുറകളിൽ ആരും ദൈവത്തെ എതിർക്കുന്നവരും ദൈവത്തെ കുറ്റം പറയുന്നവരും കളിയാക്കുന്നവരും ആകരുതേ. പകരം തലമുറയായി ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോട് ബന്ധമുള്ളവരെ ഞങ്ങളുടെ മരണശേഷം പോലും ഞങ്ങളുടെ തലമുറയിൽ ഉണ്ടാകാവുള്ളേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു യാക്കോബായക്കാരൻ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി അദ്ദേഹം മകളുടെ വിവാഹം കഴിഞ്ഞ് കുറച്ചു വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകനും വിവാഹം ആലോചിക്കുന്നുണ്ട്. ഇദ്ദേഹം ഇതെല്ലാം വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക, ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ ഇങ്ങനത്തെ പ്രാർത്ഥനകൾ കേൾക്കുന്നത്. അതിനുശേഷമായിരുന്നു ഭക്ഷണം. അപ്പോൾ അദ്ദേഹം മകന് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് എൻ്റെ മകൻ്റെ വിവാഹവും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പ്രാർത്ഥിക്കുക, പൈസയുള്ള വീട്ടിൽ നിന്നൊരു കല്യാണം വരണമെന്നല്ല പ്രാർത്ഥിച്ചത്, ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരു മകൾ എൻ്റെ മകന് ഭാര്യയായിട്ട് വരണമേ. ആമേൻ. ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരുന്ന ഒരാളെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മരുമകളായി, എൻ്റെ മകന് ഭാര്യയായി വരാവുള്ളേ. ഞങ്ങളുടെ മകന് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, ഇത് എത്ര വർഷം മുമ്പാണ് പ്രാർത്ഥിക്കുന്നത്. മകളുടെ വിവാഹം നടന്നിട്ടില്ല, അതിനുശേഷം ആ മകൻ്റെ വിവാഹം ആലോചിക്കുന്നത്. ഇതൊന്നും ആലോചന പോലും എത്തിയിട്ടില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ടുവച്ചിരിക്കുന്നൊന്നുമല്ല. പക്ഷേ ഇവിടെ ഇരുന്ന് ഒരു അപ്പൻ അനേകരുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മകൻ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന മകൾ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരാളായിരിക്കണമേ. ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരാൻ മനസ്സുള്ള ഒരാളായിരിക്കണമേ. ഞങ്ങൾ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ആരാധിക്കാൻ, കരമുയർത്തി പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും മനസ്സുള്ള ഒരാളെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മകന് ഭാര്യയായി തരാവുള്ളേ. ഹല്ലേലൂയ. അപ്പോൾ ഇദ്ദേഹത്തിന് ഭക്ഷണമെല്ലാം കഴിച്ച് ഞങ്ങൾ പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുമ്പോൾ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ച്, അല്ല, ഇതെങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ? നിങ്ങൾ യാക്കോബായക്കാരുടെ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഇങ്ങനത്തെ വല്ല പ്രാർത്ഥനയുണ്ടോ? അതുകൊണ്ടാണോ ഞങ്ങളുടെ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഇങ്ങനത്തെ പ്രാർത്ഥനയൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പ്രാർത്ഥനാ പുസ്തകത്തിലുള്ള പ്രാർത്ഥനയല്ല, എൻ്റെ അപ്പൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. ആമേൻ. അപ്പോൾ ഈ ചേട്ടൻ്റെ അപ്പച്ചൻ അവിടെ പ്രാർത്ഥനാ സമയത്ത് എഴുന്നേക്കാൻ അത്ര ആരോഗ്യസ്ഥിതി അല്ലാത്തതുകൊണ്ട് ഒരു കസേരയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, ഇതെൻ്റെ അപ്പച്ചനാണ് ഇരിക്കുന്നത്. എൻ്റെ വിവാഹത്തിന് മുമ്പ് എൻ്റെ അപ്പച്ചൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാണ്. എൻ്റെ ഭാര്യയാണ് ആ നിൽക്കുന്നത്. എൻ്റെ അപ്പച്ചൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, എൻ്റെ മകൻ വിവാഹം കഴിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ പള്ളിയിൽ പോകുന്ന ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ വരണം. ഞങ്ങൾ ധ്യാനത്തിനൊക്കെ ഇടയ്ക്ക് പോകുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഈ കൈ ഉയർത്തി പ്രാർത്ഥിക്കുക, ഇച്ചിരി പാട്ടൊക്കെയുള്ള കൂട്ടത്തിലാണ്. ഞങ്ങളുടെ കൂടെ കൂടുന്ന ഒരാളായിരിക്കണേ.
ഞങ്ങളെ വിമർശിക്കുന്നവരും ഞങ്ങളുടെ ആരാധനയ്ക്ക് തടയിടുന്നവരും ആകല്ലേ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. എനിക്ക് എൻ്റെ അപ്പച്ചൻ പ്രാർത്ഥിച്ച പോലത്തെ ഒരു ജീവിത പങ്കാളിയാണ് ലഭിച്ചിരിക്കുന്നത്. ആ നിൽക്കുന്നതാ എൻ്റെ ജീവിത പങ്കാളി. ഞങ്ങൾക്ക് മക്കൾ ഉണ്ടാകുന്നതിനും എൻ്റെ കല്യാണം നടക്കുന്നതിനും എൻ്റെ അപ്പം പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളെപ്പോലെ പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾക്ക് മക്കളായി, കൊച്ചുമക്കളായി തരണമേ. ഞങ്ങളുടെ മക്കൾക്ക് ജനിക്കാവുള്ളൂ. ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെയാണ്, ഞങ്ങൾക്ക് അനുഗ്രഹമുള്ളൊരു തലമുറയെയാണ് ദൈവം തന്നിട്ടുള്ളത്. ഉണ്ടോ? പ്രാർത്ഥനയിൽ പടുത്തുയർത്തുന്ന ഒരു വീടിൻ്റെ ഗുണം അത് ഐശ്വര്യമായി നിലകൊള്ളുന്നു. പ്രാർത്ഥനയിൽ അല്ല, ബാബേൽ ഗോപുരം പോലെ അല്ല ഒന്നും പണിതുയർത്തേണ്ടത്. അത് പകുതി വഴിക്ക് നിന്നു പോകും. മക്കൾ തലവേദനയായി മാറും. ഒന്ന് പറയുമ്പോൾ 10 ഇങ്ങോട്ട് പറയുന്ന ആളായി മാറരുത്. നമ്മുടെ വീട് ഐശ്വര്യത്തിൽ അത് അനുഗ്രഹമായിട്ട് നിലനിൽക്കണം. ഹല്ലേലൂയ. ഞാൻ ഈ പ്രാർത്ഥന പലരോടും പറഞ്ഞു കൊടുത്തു. നിങ്ങളും പ്രാർത്ഥിച്ചോ. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും പ്രാർത്ഥിച്ചു. ഇത് ഏതോ ഒരാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണെന്ന് കരുതി നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കേണ്ട. കർത്താവേ, എൻ്റെ മകനെ ദൈവാനുഗ്രഹത്തിൽ നിലനിർത്തണമേ. അവന് നാളെ വിവാഹം ആലോചിക്കുമ്പോൾ ദൈവാനുഗ്രഹമുള്ള ഒരു മകൾ ഞങ്ങളുടെ വീട്ടിൽ വരാൻ ഇടയാകണമേ. ഞങ്ങളോടൊപ്പം സന്തോഷത്തോടെ കഴിയുന്ന ഒരാളായിരിക്കണേ. ഒന്ന് പറഞ്ഞ് നാളെ ഇട്ടേച്ച് പോകുന്ന ഒരാളായിരിക്കല്ലേ. ഒന്ന് പറയും പ്രാർത്ഥിക്കുമ്പോൾ അതിനെ പരിഹസിക്കുന്ന ഒരാളായിരിക്കരുതേ. ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് ആരോഗ്യമുള്ള ദൈവാനുഗ്രഹമുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ ജനിക്കാൻ ഇടയാകണമേ. ആരോഗ്യമുള്ള ദൈവാനുഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ജനിച്ചു വളരാൻ ഇടയാകണമേ. നമ്മൾ പലരും പ്രാർത്ഥിക്കാറില്ല. കല്യാണം ആലോചിക്കുന്ന സമയത്ത് എങ്ങനെയും ഒരു കല്യാണം നടക്കണേ, എങ്ങനെയും സന്തോഷമായിട്ട് പോണേ, എങ്ങനെയും വഴക്കില്ലാണ്ട് തട്ടിമുട്ടി പോയാൽ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെ പോരാ. പറഞ്ഞ് കൃത്യതയോടെ പ്രാർത്ഥിക്കണം. 100 ഏക്കറിലധികം സ്ഥലമുള്ള ഒരാൾ, അവർക്ക് 2 മക്കളേ ഉള്ളൂ. 2 മക്കളും ബാംഗ്ലൂർ IT മേഖലയിലാണ്. ഇപ്പോൾ അവർക്ക് 30 വയസ്സിൽ കൂടുതലായി കാണും. അവർ ഈ കാര്യം പറയുമ്പോൾ 30 വയസ്സിൽ താഴെയാണ് അവർക്ക് പ്രായം. 2 പേർക്കും ലക്ഷക്കണക്കിന് രൂപ സാലറി ഉള്ളവരാണ്. പക്ഷെ അവർ ബാംഗ്ലൂരിൽ നിന്ന് മാസാമാസം വീട്ടിൽ വരുന്ന ഒരു ആഘോഷമാണ്. ആ മക്കൾ 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. മൂത്തയാൾക്ക് ഒരു ചെറിയ കൊച്ചുണ്ട്. 2ാമത്തെ ആൾക്ക് മക്കളായിട്ടില്ല. പക്ഷെ വരുന്നത് ഒരു വാഹനത്തിലാണ്, ഒരു കാറിലാണ് വരുന്നത്. 2 കാറിലല്ല വരുന്നത്. അപ്പനും അമ്മയും പറയുക, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾ തമ്മിൽ ഒരു വാഹനത്തിൽ പോലും പോകാൻ ഒക്കണമെന്നില്ല. പക്ഷേ എൻ്റെ മക്കൾ വിവാഹം കഴിഞ്ഞ് ബാംഗ്ലൂരാണ്, അവിടെയാണ് താമസിക്കുന്നത്. പക്ഷേ അവർ ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിൽ വരുന്നത് ഞങ്ങൾ ഒരു വാഹനത്തിലാണ് വരുന്നത്. മിണ്ടിയും പറഞ്ഞു വരുന്നത്. ആ വീട്ടിൽ ഒരു ജോലിക്കാരി സ്ത്രീയുണ്ട്. ആ വീട്ടിലൊരു വീട്ടുപണി എടുക്കുന്നൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഇവിടെ ഒരിക്കൽ വന്നു. അങ്ങനെയാണ് ആ വീട്ടുകാരെ പരിചയപ്പെട്ടത്. ആ വീട്ടിൽ ജോലി എടുക്കുന്ന ചേച്ചി ഒരു ആർസിക്കാരിയായ ഒരു അമ്മച്ചിയാണ്. പക്ഷെ അവർ വേറെ സഭയിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ആ വീട്ടിൻ്റെ എല്ലാ മുറികളിലും പോകാൻ ഈ വീട്ടുജോലി എടുക്കുന്ന ആൾക്ക് പേടിയുണ്ട്. ഏൽപ്പിക്കപ്പെട്ട ജോലി ചെയ്ത് പോവുകയാണ്. ചില ദിവസങ്ങൾ അവിടെ നിൽക്കും. അപ്പോൾ ഒരു ദിവസം ആ അമ്മച്ചി പറഞ്ഞു, എൻ്റെ പിള്ളേർ മിക്കവാറും വെള്ളിയാഴ്ച വൈകുന്നേരം അല്ലെ ശനിയാഴ്ച രാവിലെ വീട്ടിൽ വരുന്ന ഈ പെരയെല്ലാം ഒന്ന് അടിച്ചു വാരണം. അങ്ങനെ പെരയടിച്ചു വാരുന്ന സമയത്താണ് ആ വീടിൻ്റെ അകത്തൊരു പ്രാർത്ഥനാമുറിയുള്ളത് കണ്ടത്. അപ്പോൾ അമ്മച്ചി ഓടി വന്നു, ഇത് ഞങ്ങളുടെ പ്രാർത്ഥനാമുറിയാന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മച്ചിക്ക് മക്കളെക്കുറിച്ച് പറയാൻ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ആനന്ദമാണ്. എൻ്റെ മക്കൾ ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ മക്കൾ വന്നപ്പോൾ ഈ അമ്മ ഒരു കാഴ്ച കണ്ടു. ബാംഗ്ലൂരിൽ നിന്നാണ് അവർ വരുന്നത്. ഇവിടം വരെ വരാൻ ഏകദേശം 7-8 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വരുന്നവരാണ്. അവർ വന്നപാടെ ഈ വന്നവരെ കാണാൻ വേണ്ടി ജോലി ചെയ്യുന്ന ചേച്ചിയും അപ്പുറത്ത് വന്ന് ആ കട്ടലിൽ അവിടെ നോക്കി നിന്ന് പിള്ളേരെ കാണാൻ വേണ്ടി അവർ വന്ന് കയറി. ആദ്യം കയറി ചെന്ന മുറി പ്രാർത്ഥനാ മുറിയാണ്. ആമേൻ. അപ്പോൾ ആ വീട്ടിലെ ചേട്ടൻ കൈലി മുണ്ടെടുത്ത് ആ വീട്ടിലെ അപ്പച്ചൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന മക്കളുടെ ശിരസിൽ കരങ്ങൾ വച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ വീട്ടുജോലി എടുക്കുന്ന ചേച്ചി ഞെട്ടിപ്പോയി. ഇത് എത്രയും പ്രായമായ മക്കളായാലും അപ്പൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു. മകനും ഭാര്യയും, കൊച്ചിനെ എടുത്തോട്ട് ആ ഭാര്യയും, 2ാമത്തവനും ഭാര്യയും. അവർ പോയി 2 ദിവസം കഴിഞ്ഞ് പോയപ്പോൾ ചോദിച്ചു, ആ വീട്ടുവേല എടുക്കുന്ന ആ ചേച്ചി ചോദിച്ചു, ആ അമ്മച്ചി ചോദിച്ചു, എനിക്ക് പരിചയമുള്ള അമ്മച്ചി ചോദിച്ച്, ഇതെന്താ ഇങ്ങനെ ഞങ്ങളുടെ സഭയിൽ പള്ളിയിൽ അച്ഛന്മാരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുള്ളല്ലോ, നിങ്ങളുടെ സഭയിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മച്ചി പറയുവാണ്, എന്നെ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ മുതൽ എൻ്റെ ഭർത്താവ് പറയുമായിരുന്നു, ഇന്ന് മുതൽ നീ പ്രാർത്ഥിക്കണം.
എന്തു പ്രാർത്ഥിക്കണം? നമുക്ക് കുഞ്ഞുങ്ങളെ തരുമ്പോൾ ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ ഉദരത്തിൽ കൈവച്ച് നീ എന്നും പ്രാർത്ഥിച്ചോണം, അവരനുഗ്രഹമാകണം. മനസ്സിൽ പ്രാർത്ഥിച്ചാൽ പോരാ, ഒരാൾ അടുത്ത് നിൽക്കുന്ന ഒരാളോട് സംസാരിക്കാനെടുക്കുന്ന ശബ്ദത്തിൽ നീ പ്രാർത്ഥിക്കണം. ഉദരത്തിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം. ജനിച്ചു കഴിയുമ്പോൾ തലയിൽ കൈവച്ച് നീ പ്രാർത്ഥിക്കണം. അവർ വളർന്ന് 10, 28, 30 വയസ്സായപ്പോഴും ഇപ്പോഴും ആ പ്രാർത്ഥന തുടരുന്നുണ്ട്. അതുകൊണ്ട് ആ മക്കൾ അഭിമാനമായിട്ട് ആ വീട്ടിൽ നിൽക്കുന്നത്. വീട്ടിൽ ജോലി എടുക്കുന്നവർ പോലും ചിന്തിക്കുക, അയ്യോ ഇതേ പ്രായമുള്ള ഒരു മകൻ എനിക്കുണ്ടല്ലോ, അവനാണെ പറഞ്ഞാലും കേൾക്കത്തില്ല, ഇതേ പ്രായമുള്ള മകനാണല്ലോ ഈ വീട്ടിൽ, എന്ത് നന്നായിട്ടാണ് ഇടപെടുന്നത്, എത്ര അനുഗ്രഹമായിട്ടാണ് നിൽക്കുന്നത്, മാതാപിതാക്കളോട് എന്നാ സ്നേഹമാണ്, അതുപോലെ ഐശ്വര്യമുള്ള പിള്ളേരാണല്ലോ, ഇവർക്ക് ഭാര്യമായിട്ട് വന്നത് നല്ല കുടുംബത്തിൽ നിന്നാണല്ലോ വന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഐശ്വര്യമായതിനെ ദൈവം വീട്ടിൽ കൊണ്ടുവരും. അനുഗ്രഹമുള്ളതിനെ ദൈവം അതിനകത്ത് നിറയ്ക്കും. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ബാബേൽ ഗോപുരം പോലെ പണിത് പോഷന്മാരാകരുത്. നമ്മൾ ചിലത് പ്രാർത്ഥനയും ദൈവത്തോടുള്ള ബന്ധത്തിലും പണിതുയർത്തണം. അത് അനുഗ്രഹമായി, അത് ഭംഗിയായി, ഐശ്വര്യമായി. 10 പേര് ആ റോട്ടിൽ കൂടെ പോകുന്നവർ പറയും, ഇതൊരു ഐശ്വര്യമുള്ള വീടാ, നല്ല ഐശ്വര്യമുള്ള പിള്ളേരാ, പുള്ളിയുടെ പിള്ളേർ നല്ല മിടുക്കന്മാരാ, മിടുക്കികളാ എന്ന് പറയാൻ റോട്ടിലൂടെ പോകുന്നവർ പോലും പറയാൻ ഇടയാകത്തക്ക വിധം നിങ്ങളുടെ വീടും മക്കളും കൊച്ചുമക്കളും അനുഗ്രഹിക്കപ്പെടണം. അതിനെന്തു വേണം? കുറെ പൈസ മാത്രം പോരാ. ദൈവാനുഗ്രഹത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയിൽ, ദൈവവചനത്തിൽ അതിനെ പണിതുയർത്തണം. ഒരു കരമുയർത്തി, ശബ്ദമുയർത്തി എന്ന് ഉറക്കെ പറയുമോ? ഹല്ലേലൂയാ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ബാബേൽ ഗോപുരം പോലെ ഒന്നിനെ പണിതുയർത്തി, പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല, ദൈവത്തോടുള്ള ബന്ധമില്ല. അവരാകെ പറഞ്ഞ 2-3 വാക്കാ, പണിയണം, നല്ല മൺകട്ട കൊണ്ടുവരണം, കുമ്മായം കൊണ്ടുവരണം, പേര് നിലനിർത്തണം, പ്രശസ്തനാകണം, പൈസ ഉണ്ടാക്കണം, ഗോപുരം പണിയണം, ആകാശത്തിൻ്റെ അത്രയും പൊക്കം വേണം. ഒന്നും നടന്നില്ല. അവരുടെ ഓരാഗ്രഹവും നടന്നില്ല. അവരുടെ പ്രതീക്ഷിച്ചതൊന്നുമല്ല നടന്നത്, നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. തമ്മി തല്ലി ചെതറിപ്പോയി എന്ന് മാത്രമല്ല, പകുതി വഴിക്ക് പണി ഉപേക്ഷിച്ച് അവർ വിട്ടുപോയി എന്നാ, ഓടിപ്പോയി. എന്നാൽ തൊട്ടിപ്പുറത്ത് ഇനി ഒരു കാര്യം പ്രാർത്ഥിക്കാൻ പോവുക. തൊട്ടിപ്പുറത്ത് നോഹ ഒരു പെട്ടകം പണിതു. അത് പകുതി വഴിക്ക് നിന്നു എന്നല്ല, ആ പണിതത് പ്രശ്നങ്ങളുണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, പ്രതികൂലം ഉണ്ടായി, പ്രാർത്ഥനയിൽ പണിതത്, ദൈവത്തോടുള്ള ബന്ധത്തിൽ പണിതത്, അറാറത്ത് പർവ്വതത്തിൽ ഉറച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. അതൊരു അഭിമാനമായി, ഉറയ്ക്കേണ്ട സ്ഥലത്ത് അത് അഭിമാനമായി ഉറച്ചു. ബാബേൽ ഗോപുരം പോലെ അതിന്റെ പലക പൊട്ടി തകർന്ന് അവിടെ നാമാവിശേഷമായി എന്നല്ല, അതിനെ ഉറപ്പിക്കേണ്ടിടത്ത് ഉറപ്പിച്ചു. കണ്ണുകളെ ഒന്ന് അടയ്ക്കുമോ? അത് നിങ്ങളോട് ഞാൻ പ്രസംഗിക്കാം. കുടുംബജീവിതമായാലും, ഭാര്യ ഭർത്താവ് ബന്ധമാണേലും, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമായാലും, ബിസിനസ്സായാലും, കൃഷിയായാലും, ജോലിയായാലും, വീട് ആയാലും, ദൈവത്തോടുള്ള ബന്ധത്തിൽ വേണം അതിനെ പണിതെടുത്തുകൊണ്ട് വരാൻ. അത് ഭംഗിയാകും. ആ വീടിനകത്ത് ഐശ്വര്യം നിറയും. ആ വീടിനകത്ത് ദൈവാനുഗ്രഹം നിറയും. ആരുടെ മുമ്പിലും പരിഹാസമാത്രമാകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒന്നിനും ഒരു കുറവില്ലാത്ത വിധത്തിൽ ദൈവം അതിനെ നയിച്ചിരിക്കും. ദൈവം അതിനെ നയിച്ചിരിക്കും. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് റോളുകൾ ചെയ്യാനുണ്ട്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രാർത്ഥനയിൽ ചിലതിനെ പണിതുയർത്താൻ നിങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം പോലും പ്രിയപ്പെട്ടവരെ നടന്നും ഉപവാസമെടുത്തും ഈ മുറ്റത്തൂടെ നടന്നും ഇതിലെ തലങ്ങും വിലങ്ങും നടന്നും മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയും പണിതുയർത്തിയത് കൊണ്ടാ ഇതൊരു അനുഗ്രഹമായി, പേരുപോലെ ഒരു അനുഗ്രഹമായി ഇത് നിലനിൽക്കുന്നത്. അനുഗ്രഹമുള്ളവരെ ദേശത്ത് നിന്ന് ശുശ്രൂഷക്കാരെ ഇവിടെ കൊണ്ടുവന്നത്
അത് ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാ. ഇതിനെ പ്രാർത്ഥനയിൽ ഒരുക്കിയത് കൊണ്ടാ. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 7:30 ആഘോഷമായി ഈ വഴി കൂടെ എല്ലാം നടന്ന്, ഓരോ മുറി താഴെ എല്ലാം നടന്ന് അരമണിക്കൂറിലധികം സമയം നടന്ന് പ്രാർത്ഥിക്കും. ഈ സ്ഥലത്തെ മുഴുവൻ പ്രാർത്ഥിച്ചൊരുക്കും. അതുകൊണ്ടാ ഇതിനൊരു കോട്ടവും തട്ടാതെ, ഇതിനൊരു കേട് വരാതെ, ഇതിനൊരു ദോഷവും വരാതെ ദൈവം ഇതിനെ അനുഗ്രഹമായി ഐശ്വര്യമായി നിലനിർത്തുന്നത്. പ്രാർത്ഥനയുള്ളതിനെ ഒരു ദോഷവും വരികയില്ല കേട്ടോ. പ്രാർത്ഥനയുള്ളതിനെ ദൈവം താങ്ങി നിർത്തും കേട്ടോ. ദൈവത്തോട് ബന്ധമുള്ളത് വീണു പോകാൻ സമ്മതിക്കത്തില്ല. ദൈവത്തോട് ബന്ധമുള്ളത് താഴെ പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു വാക്യം കൂടെ കേട്ടെ. യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചു, മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ പൈസയോ സ്വർണമാലയോ വലിയ ബാഗും സൂട്ട് കേസും ഒന്നും ഇല്ലാതെയാ നിങ്ങളെ ഞാൻ പറഞ്ഞയച്ചത്. എന്നിട്ടൊരു കാര്യം ചോദിക്കട്ടെ, വല്ല കുറവുണ്ടോ? ശിഷ്യന്മാർ ആലോചിക്കാതെ, കമ്മിറ്റി ട്രസ്റ്റ് മീറ്റിംഗ് ഒന്നും കൂടാതെ, ഒരു ആലോചനയും കൂടാതെ അന്നേരം അവർ ഒറ്റ മനസ്സോടെ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഗുരു, ഞങ്ങൾക്കൊന്നിനും ഒരു കുറവുണ്ടായില്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവന് ഒരു കുറവും ഒന്നിനും ഉണ്ടാകത്തില്ല. അവന് 10 രൂപയ്ക്ക് വേറൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരത്തില്ല. ഇപ്പോൾ ഒന്ന് ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ കണ്ണുകളെ അടച്ചേ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ, ദൈവസന്നിധിയിൽ കൈ നീട്ടുന്നവന്, ദൈവത്തോടുള്ള ബന്ധമുള്ളവന് മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരത്തില്ല. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവന് ഒന്നിന്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരത്തില്ല. ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നവന് അവന്റെ വീടുകളിൽ നിന്ന് നിലവിളി ഉയരാൻ സമ്മതിക്കുകയില്ല. കാർച്ചകളും ബഹളവും അലർച്ചകളും ഉണ്ടാകത്തില്ല. നിങ്ങൾ കണ്ണുകളെ അടച്ച് 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷം പ്രാർത്ഥിച്ച്, കർത്താവേ, ബാബേൽ ഗോപുരം പോലെ ഒന്നിനെ പണിയാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ബാബേൽ ഗോപുരം പണിതൊക്കെ വലിയ മിടുക്കന്മാരും വലിയ പുള്ളികളുമാണ്, പക്ഷെ പൂർത്തിയാക്കാൻ പറ്റിയില്ല. വലിയ മിടുക്കന്മാരാ, പൂർത്തിയാക്കാൻ പറ്റിയില്ല. പകുതി വഴിക്ക് നിന്നുപോയി. അതൊരു പരിഹാസപാത്രമായി. കർത്താവെ, കരം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ആരുടെ മുമ്പിലും പരിഹാസപാത്രമാകാൻ, ആരുടെ മുമ്പിലും നാണം കെട്ടു പോകാൻ ഇടയാകല്ലേ. ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം ഐശ്വര്യമായി ഞങ്ങളെ നടത്തണമേ. ഒന്ന് അധരങ്ങളെ തുറന്ന് ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ജീസസ്, ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി, പോരാ പോരാ പോരാ, ശബ്ദം ഉയർത്തി. ഹല്ലേലൂയ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്നിനും ഒരു കുറവുണ്ടാകാൻ, ഒന്നിനും ഒരു കുറവുണ്ടാകാൻ സമ്മതിക്കുകയില്ല. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടായിട്ടില്ല. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ചേർത്ത്, കരങ്ങളെ താഴ്ത്തി അടിച്ച് ഒരുമിച്ച് പാടാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, ശബ്ദം ഉയർത്തി പാടിയേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് മടുപ്പു തോന്നാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പിന്നെയോ നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന പാലിക്കും രോഗിക്ക് സൗഖ്യമാണ്. അർത്ഥമറിഞ്ഞ് പാടുമോ? നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക് കരം ഉയർത്തി അടിച്ചൊന്ന് പാടിയേ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ചേർന്ന് പാടുമോ? പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. കരങ്ങൾ താഴ്ത്തി അടിച്ച് വിടുതൽ എന്നും പ്രാപിക്കാം. വിശ്വാസത്തോടെ പറയുമോ? വിടുതൽ എന്നും പ്രാപിക്കാം. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, പിന്നെയോ അന്വേഷിപ്പിൻ കണ്ടെത്തും. ചേർന്ന് പറഞ്ഞേ. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. പിന്നെയോ മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. അർത്ഥമറിഞ്ഞ് മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. അതുകൊണ്ട് പാടണം. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ചേർന്ന് വിടുതൽ എന്നും പ്രാപിക്കാം,
വിടുതൽ എന്നും രണ്ട് പ്രാപിക്കാം. കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി ഒന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. 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 യേശുവിന്റെ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തോട് ചേർന്ന് ആമേൻ. ചിലതൊക്കെ പണിത് ഉയർത്തിയെടുക്കുമ്പോഴാ അത് നിലനിൽക്കുന്ന ഒരു ഐശ്വര്യമായി മാറും. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തിൽ നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചു. ആമേൻ. ഞങ്ങൾ ബൈബിളിൽ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കുന്നു. ആമേൻ. അത് 10 ദിവസത്തേക്കല്ല, 10 വർഷത്തേക്കെന്നല്ല, അത് സ്ഥിരമായിരിക്കും. നിങ്ങളും പ്രാർത്ഥിച്ച്, നിങ്ങൾക്കിന്ന് പ്രാർത്ഥനയിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ സ്ഥിരമായിരിക്കും. പറഞ്ഞേ, സ്ഥിരമായിരിക്കും. ആമേൻ. സ്ഥിരമായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് 1 മാസത്തേക്കല്ല, ഈ അനുഗ്രഹം ലഭിക്കുന്നത് സ്ഥിരമായിരിക്കും. സ്ഥിരമായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നിമിഷം ഇരിക്കാമോ? ഇരിക്കാം. നല്ല ഉറപ്പുള്ള അനുഗ്രഹങ്ങളെ ദൈവം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുവാണ്. ആ പത്രോസ് വെള്ളത്തിൽ കൂടെ നടന്ന ആ വചനം ഒന്ന് എടുക്കണം. നമ്മളിപ്പോൾ കേട്ടത് ദൈവത്തോടുള്ള ബന്ധത്തിൽ പണിയണമെന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൊരു ഭാഗമുണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഒരാൾ മണൽപ്പുറത്ത് വീട് പണിതു, വേറൊരാളോ പാറമേൽ വീട് പണിതു. എന്നിട്ട് എഴുതിയിട്ടുണ്ട്, കാറ്റ് വന്നു, തിരമാല ആഞ്ഞടിച്ചു, വെള്ളം ആഞ്ഞടിച്ചു, പ്രതിസന്ധികളുണ്ടായി, അത് വീണില്ലെന്ന്. അത് വീണില്ല. കാരണം അത് ഉറച്ച പാറമേൽ സ്ഥാപിതമായിരുന്നു എന്ന്. അത് വീണില്ലെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഇത് വായിച്ച് കേട്ടപ്പോൾ ഒരാൾ പറഞ്ഞു, അത് വീണില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ മനസ്സിലാക്കണം, അത് വീണു പോകാൻ ദൈവം സമ്മതിച്ചില്ല. ആമേൻ. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കാറ്റ് വന്നു, തിരമാല ആഞ്ഞടിച്ചു, പ്രതിസന്ധികളുണ്ടായി, മണൽപ്പുറത്ത് പണിത ഭവനം തകർന്ന് തരിപ്പണമായിപ്പോയി. എന്നാൽ പാറമേൽ പണിതത് ബൈബിൾ എഴുതിയിട്ടത് വീണില്ല എന്നാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്, അത് വീണു പോകാൻ ദൈവം സമ്മതിച്ചില്ല. ആമേൻ. നിങ്ങളും ഇങ്ങനെ പ്രാർത്ഥിച്ച്, ഇവിടെ ഇരുന്ന് ഈ ചൂടും സഹിച്ച്, ഈ ആവിയും പരവേശവും, ഇരിക്കാൻ സ്ഥലമില്ല, നിൽക്കാൻ സ്ഥലമില്ലാത്ത ഈ സ്ഥലത്ത് വന്നിങ്ങനെ ഇരിക്കുമ്പം നല്ലൊരു പ്രവചനം പോലെ ഞാനിത് പറയുവാണ്. പ്രവചനം പോലെ, ഇതൊരു ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രവചനം പോലെ പറയാം. നിങ്ങൾ വീണു പോകാൻ ആമേൻ. ദൈവം സമ്മതിക്കുക. ആമേൻ. വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ സ്വപ്നങ്ങളൊന്നും ഹല്ലേലൂയ. വീണു പോകാൻ ആമേൻ. ദൈവം സമ്മതിക്കുക. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. 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 പലരും നമ്മളെ നോക്കി പറയും കേട്ടോ, അത് വീണു പോകത്തേ ഉള്ളൂ, അത് ശരിയാകത്തില്ല. അതൊന്നും എങ്ങനെ ശരിയാകാനാണ്? അതൊന്നും ക്ലച്ച് പിടിക്കുകയല്ലെന്നേ, അതൊന്നും വിജയിക്കാൻ പോകുന്നില്ലെന്നേ. ഇവിടെയോ ഈ സ്ഥലത്തോ അത് വീണു പോകാൻ സമ്മതിക്കുകയല്ല. ആമേൻ. ഏത് മനുഷ്യൻ പറയുന്ന പോലെ, നിങ്ങളറിയാം, ഈ സ്ഥലത്തുണ്ടല്ലോ, ഈ ഒരു സ്ഥലം നിങ്ങൾക്കറിയാം, ഇവിടെ എത്തിപ്പെടാനൊക്കെ പാടുണ്ട്, ഇവിടെ ദൂരം കൂടുതലാണ്. പക്ഷെ ഒത്തിരി പേര് പറഞ്ഞു, ഇവിടെയൊന്നും ധ്യാനമൊന്നും വിജയിക്കുകയല്ല കേട്ടോ, നിങ്ങൾ അതിനുവേണ്ടി ഇതിലെ നടന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ. എത്ര ഇത് വിജയിക്കുമെന്ന് പറഞ്ഞവരുടെ എണ്ണമല്ല കൂടുതൽ, ഇത് വിജയിക്കുകയില്ലെന്ന് പറഞ്ഞവരുടെ എണ്ണമാണ് കൂടുതൽ. ഇതൊന്നും ശരിയാകുകയല്ലെന്നേ. ഈ സ്ഥലത്തോ, ഈ ഇവിടെയോ, ഈ ടെറസിൻ്റെ മുകളിലോ, ഈ ചൂടത്തൊക്കെ ആര് വരാനാ? ഇവിടെ ഉച്ചയ്ക്ക് വൈകുന്നേരം വല്ല ആൾ വരുള്ളൂ. മനുഷ്യർക്ക് തിരക്കില്ലേ? ഇതിന് മനുഷ്യനാരാ ഇത്രയും സമയം മാറ്റിവെക്കുന്നത്? ദൈവത്തിലും ദൈവവചനത്തിലുമാണോ ചിലതൊക്കെ പണിതെടുക്കുന്നത്? മനുഷ്യൻ പറയുന്ന പോലൊന്നും അത് വീണ് പോകില്ല. അതൊരു അനുഗ്രഹമായി ഉയർന്നു വരും. ഹല്ലേലൂയ. മനുഷ്യൻ പറയുന്നത് കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കല്ലോ കേട്ടോ. മനുഷ്യൻ അസൂയുള്ളവരുണ്ട്, ദേഷ്യമുള്ളവരുണ്ട്, പിന്നെ അസ്വസ്ഥതയുള്ളവരുണ്ട്, എന്തെങ്കിലുമൊക്കെ നന്മയായിട്ട് വരുമ്പോൾ അതിനെ ഇടിച്ചു തകർക്കാൻ നോക്കുന്നവരുണ്ട്. അവർ പറയുന്ന വാക്ക് കേട്ടിട്ട് ശരിയാകുകയില്ലെന്ന് പറഞ്ഞ് പോവല്ലോ. കുറച്ചു നേരം ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ബോധ്യം കിട്ടും. പ്രാർത്ഥനയിൽ നിൽക്കുന്നത്
ദൈവത്തോടുള്ള ബന്ധത്തിൽ പണിതെടുക്കുന്നത് വീണു പോകാൻ. ആമേൻ. പറഞ്ഞേ, മനസ്സിലെങ്കിലും പറഞ്ഞേ, വീണു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം സമ്മതിക്കില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയാണ് നിങ്ങളുടെ മക്കൾ വളരുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾ വീണു പോകാൻ സമ്മതിക്കുകയില്ല. ഏത് കോളേജിൽ പഠിച്ചാലും, ഏത് രാജ്യത്ത് പോയാലും, എത്ര ആൾക്കാരോട് കൂട്ടുകൂടിയാലും അവർ വീണു പോകത്തില്ല. അവർ വീഴാൻ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. കാരണം അവരെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. 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 ഒന്നും കൂടെ ഞാൻ ആ വാക്ക് പറയാം. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ആഞ്ഞടിച്ചു, പക്ഷെ അത് വീണില്ല. കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. ആമേൻ. അങ്ങനെയാ നമ്മൾ വായിക്കുന്നത്, വേദപുസ്തകത്തിൽ വായിക്കുന്ന അങ്ങനെയാ. പക്ഷെ പറയുമ്പോൾ പറയുവാണ്, കാറ്റ് വന്നു, പ്രതികൂലം വന്നു, തിരമാല വന്നു, ആഞ്ഞടിച്ചു, ശക്തിയോടെ ആഞ്ഞടിച്ചു, പക്ഷെ അത് വീണു പോകാൻ ആമേൻ ദൈവം സമ്മതിച്ചില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് അനുഭവമാകട്ടെ. നമ്മളൊക്കെ എത്ര സ്ഥലത്ത് വീണു പോകേണ്ടവരായിരുന്നു. നമ്മളെക്കുറിച്ചൊക്കെ എത്ര പേര് പറഞ്ഞു വീണു പോകത്തേ ഉള്ളൂ, എത്ര പേര് പറഞ്ഞു. പിന്നെ ചില ആളുകൾ പറഞ്ഞു, അയ്യോ അവരുടെ ജീവിത പങ്കാളി ഹസ്ബൻഡ് മരിച്ചു പോയില്ലേ, ഇനി എങ്ങനെയാ ആ സ്ത്രീ ആ മക്കളെ വളർത്തും. അതൊക്കെ അങ്ങനെയൊന്നും ആകുകയില്ലെന്നേ, അതൊന്നും ശരിയാകുകയില്ലെന്നേ. ആ കെട്ടിയോനാണെ മരിച്ചും പോയി, ഈ അമ്മ എങ്ങനെ ഇതിനെ വളർത്താനാ, അതെല്ലാം താളം തെറ്റി പോകത്തേ ഉള്ളന്നേ, അതൊക്കെ പിഴച്ചു പോകത്തേ ഉള്ളൂ, ഞങ്ങളൊക്കെ പേടിയാ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടെന്നേ. പക്ഷെ ആ അമ്മ എന്തായാലും ദൈവാനുഗ്രഹത്തിൽ പ്രാർത്ഥിച്ച് മക്കളെ വളർത്തിയിട്ട് ആ മക്കൾ കാരണം ആ വീട് രക്ഷപ്പെട്ടു എന്നല്ല, ഇന്ന് അവർ പോലും ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. പണ്ട് ഈ പൈസ ഇല്ലാത്ത സമയത്തും നമുക്ക് ആകെ ഒരു സാഹചര്യമൊക്കെ പ്രതികൂലമാകുമ്പോൾ നമ്മളെ ആൾക്കാർ ചേച്ചി ചേട്ടൻ എന്നൊക്കെ വിളിക്കത്തുള്ളൂ. എങ്ങനെ വിളിക്കുള്ളൂ? ചേച്ചി. ആ പുള്ളിക്കാരൻ പൈസയായി മക്കളൊക്കെ അങ്ങ് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെ ആൾക്കാർ വിളിക്കുന്നത് ആൻറ്റി എന്നൊക്കെ ആയിരിക്കും. ആരും പറയൊന്നും വേണ്ട, നമ്മളെ ചുമ്മാ വിളിക്കും അങ്കിളെ. ഏത് വകുപ്പിലാണെന്നറിയാൻ പാടില്ല, പക്ഷെ ആ പൈസയാകുമ്പോൾ അങ്കിളാവും, പൈസ വരുമ്പോൾ ആൻറ്റി ആവും. പൈസ ഇല്ലേ അയാൾ, അതൊന്നും ശരിയാകത്തില്ലെന്നേ. ഇങ്ങനെ പറഞ്ഞവരെ എനിക്കറിയാം. ആ കളിയാക്കിയവർ ഇപ്പോൾ വിളിക്കുന്നത് ആൻറ്റി ഞങ്ങളുടെ കൂടെ വരുന്നോന്നാണ് ചോദിക്കുന്നത്. അങ്കിളിപ്പോൾ എവിടെ പോവാന്ന് എന്നൊക്കെ ചോദിച്ചു. സാഹചര്യങ്ങളെ മാറ്റാൻ, ദൈവത്തോടുള്ള ബന്ധത്തിൽ പണിതുയർത്താൻ തീരുമാനിച്ചാൽ സാഹചര്യങ്ങൾ മാറും. മനുഷ്യൻ പോലും ഉള്ളിൽ ചിന്തിക്കും, ഇവരെങ്ങനെയാ ഇങ്ങനെ രക്ഷപ്പെട്ടത്, ഈ പിള്ളേരൊക്കെ എങ്ങനെയാ കരയും കടലും കിടന്ന് അവിടെയൊക്കെ എത്തിയത്, ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ എന്ന് പറഞ്ഞില്ലേലും ഉള്ളിലെങ്കിലും ചിന്തിക്കും. അവരുടെ അകത്തെ മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഇത് സംസാര വിഷയമാക്കി സംസാരിക്കും. നീ മിനിറ്റുകൾ സംസാരിക്കും. എന്നാലും കണ്ണും മിഴിച്ചുകൊണ്ട് പറയാൻ ഇടവരും. ബാബേൽ ഗോപുരം പോലെ അത് പാതി വഴിക്ക് നിന്ന് പോകത്തില്ല. നിങ്ങൾ ബൈബിളിൽ ഒരു വാക്യം കൊണ്ടൊന്ന് വായിക്കുവാണ്, ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 6-ാം അധ്യായം 14 മുതലുള്ള വാക്യം വായിക്കുമ്പം നോഹയോട് ദൈവം പറഞ്ഞു, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. അപ്പം നോഹ് പറഞ്ഞില്ല, ഞാനൊരു പെട്ടകം ഉണ്ടാക്കും, ആ പ്ലാവിൻ്റെ ആ ഈട്ടിയുടെയും തടി കൂട്ടി ഒരെണ്ണം ഞാൻ അങ്ങ് ഉണ്ടാക്കും, ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി കഴിയുമ്പോൾ എൻ്റെ പേര് പത്രത്തിൽ വരും, എൻ്റെ പ്രശസ്തനാകും. ഇതൊന്നും പറഞ്ഞുകൊണ്ടല്ല നോഹ് പെട്ടകം ഉണ്ടാക്കിയത്. ബാബേൽ ഗോപുരം പണിതി ആൾക്കാർ പറഞ്ഞ് ചുടുകട്ട കൊണ്ടുവരണം, കുമ്മായം കൊണ്ടുവരണം, ആകാശത്തോളം പൊക്കമുള്ളതായിരിക്കണം, നമ്മുടെ പേരും പ്രശസ്തി അങ്ങ് വലുതാകും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും നടന്നില്ല. നോഹ പെട്ടകം പണിതപ്പം പേര് വലുതാകും, പ്രശസ്തനാകും, ഞാൻ വലിയ പുള്ളിയാകും എന്നൊന്നും പറഞ്ഞില്ല. നോഹ പെട്ടകം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് 6-ാം അധ്യായം 22-ാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട്. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ വാക്കുകേട്ട്, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നോഹ ഒരു പെട്ടകം ഉണ്ടാക്കി. ആ പെട്ടകത്തിന് പെയിന്റ് അടിച്ചത് പോലും ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ടാണ്. ഏത് പെയിന്റ് അടിക്കണമെന്ന് നോഹ ചോദിച്ചു. എന്നാ ഇതിൻ്റെ പലകയുടെ മുകളിൽ എന്നാ പെയിന്റ് അടിക്കേണ്ടത്, എങ്ങനെ ചെയ്യണ്ടേ?
എങ്ങനെയാ മുറി തിരിക്കേണ്ടത്, എവിടെയാ കട്ടള വെക്കേണ്ടത്, എവിടെയാ ജനൽ വെക്കേണ്ടത്, എത്ര പൊക്കം വേണം കട്ടളയെന്ന് മുകളിലോട്ട്, എത്ര നില വേണം, ഇതെല്ലാം ദൈവ പദ്ധതി പ്രകാരമാണ് നോഹ പണിതെടുത്തത്. എന്നിട്ട് ആ പെട്ടകം തകർന്നു പോയിന്നോ, വീണു പോയിന്നോ, അതിൻ്റെ പലക ഇളകിപ്പോയിന്നോ, അത് തകർന്നു പോയിന്നോ അല്ല എഴുതിയിട്ടുള്ളത്. എഴുതിയിട്ടുണ്ട് നോഹിൻ്റെ പെട്ടകത്തെ ദൈവം 4-ാമത്തെ വാക്യം 8-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിച്ചേ. 7-ാം മാസം 17-ാം ദിവസം പെട്ടകം അറാറത്ത് പർവ്വതത്തിൽ ഉറച്ചു. അവസാനത്തെ വാക്ക് ഉറച്ചു. ദൈവഹിതപ്രകാരം പണിതത് തകർന്നുപോയി എന്നല്ല എഴുതിയത്, അറാറത്ത് പർവ്വതത്തിൽ ഉറച്ചു. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവരുടെ ജീവിതത്തിലുണ്ട് ഒരു അറാറത്ത് പർവ്വതം. അത് ആടി ഉളഞ്ഞ് ഇങ്ങനെ കിടക്കുന്നതല്ല, അത് ഉറയ്ക്കുന്നതാണ്. നിങ്ങളുടെ മക്കളും ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ പദ്ധതിയിലാണോ നിൽക്കുന്നത്? ബാബേൽ ഗോപുരം പോലെ തകർന്നു പോകില്ല. അത് അറാറത്ത് പർവ്വതത്തിൽ ഉറയ്ക്കും. വിശ്വസിക്കുന്നു. അത് ശുശ്രൂഷയായാലും ദൈവം അത് എന്ത് കാര്യമാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നത്, അത് ഉറച്ചിരിക്കും. അത് ഒന്നിലധികമായി വർദ്ധിച്ചിരിക്കും. ഒരു കരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരാള് ഒരു വരുമാന മാർഗം തുറന്നു. ഒരു വരുമാന മാർഗം തുറന്നത് അതിനുവേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ചു. സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തപ്പോഴാണ് അവരറിയുന്നത് ആ മുറിയിൽ ഒരാൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തതാണ്. അയാൾ മനോദുഃഖത്തിൽ ആ കടയുടെ മുറിയിൽ രാത്രിയിൽ ആത്മഹത്യ ചെയ്തു. പിറ്റേ ദിവസം വന്ന ആളുകളാണ് കണ്ടത്, പോസ്റ്റ്മോർട്ടം ചെയ്തു, അദ്ദേഹത്തെ അടക്കി. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അങ്ങനെ ആ വർഷങ്ങളോളം ആ മുറി ആരും കച്ചവടം ചെയ്താലും വിജയിക്കത്തില്ല. വാഴക്കല കച്ചവടം നടന്നു, തയ്യൽ കട നടന്നു, ചെറിയ റെഡിമെയ്ഡ് ഷോപ്പ് എല്ലാം, അപ്പം അതൊന്നും വിജയിച്ചില്ല. അങ്ങനെ അത് അടഞ്ഞു കിടന്നൊരു സ്ഥലമാണ്. പക്ഷെ ഇവർ പോയി അഡ്വാൻസ് കൊടുത്ത് ആ മുറിക്ക് പൈസ കൊടുത്ത്, വലിയ പൈസയൊന്നും കൊടുക്കുക, അഡ്വാൻസ് കൊടുത്തപ്പോഴാണ് അറിഞ്ഞത് അത് പലരും തുടങ്ങിയിട്ട് അത് വിജയിക്കാതെ പോയതാണെന്നും, ആ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ കടയിൽ ഒരാൾ ആത്മഹത്യ ചെയ്തതാണെന്നും, ഇത് ശരിയാകത്തില്ലെന്നും അവരറിഞ്ഞ് അവർക്കാകെ ടെൻഷനായി. അപ്പം ഞാനവർ പറഞ്ഞു കൊടുത്ത ഒരു വാക്യവും വചനവുമായത്, നിങ്ങൾ പ്രാർത്ഥന തിരിച്ചു പൈസ മേടിക്കാൻ പോകണ്ട, നിങ്ങൾ ആ സ്ഥലത്ത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അവർ പറയും, ഇപ്പുറത്തവർ പറയും വിജയിക്കുകയില്ല, വീണ് പോകത്തേ ഉള്ളൂ, പൈസ മുടക്കണ്ട, അവിടെ ആത്മഹത്യ ചെയ്താണ്, ദോഷമുള്ള സ്ഥലമാണ്, നിങ്ങൾക്കത് ദോഷമാണ്, ചെയ്ത അപ്പുറത്തെ പുള്ളി ഇപ്പുറത്തെ പുള്ളി എല്ലാം കുടുങ്ങിപ്പോയതാ, നിങ്ങൾ വേണ്ടാത്ത പണിക്ക് പോകണ്ട, ഞങ്ങളും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പിന്തിരിയാൻ വന്നതാ. പക്ഷെ പ്രാർത്ഥന പറഞ്ഞു, ഈ വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥനയിൽ അവർ ബിസിനസ് തുടങ്ങി. അപ്പുറത്തെ കടക്കാർ പറഞ്ഞു, നേരെ ഓപ്പോസിറ്റുള്ള കച്ചവടക്കാരൻ പറഞ്ഞു, അത് വിജയിക്കത്തില്ല, അത് ശരിയാകത്തില്ല, അത് പൂട്ടിപ്പോകത്തേ ഉള്ളൂ എന്ന്. പക്ഷേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് വർദ്ധിച്ച് വന്ന് ഇന്ന് ആ ഒരു സ്ഥാപനം ഉണ്ടെന്ന് മാത്രമല്ല, അവർക്ക് മറ്റ് 2 സ്ഥാപനങ്ങൾ കൂടി മറ്റ് 2 സ്ഥലത്ത് ഇതിൻ്റെ ശാഖകളായി തുറന്ന് പ്രവർത്തിക്കത്തക്ക വിധം ഇന്ന് ഒത്തിരി സ്റ്റാഫുകളുള്ള ഒരു സ്ഥലമായി മാറി. ഇന്നും അവർ കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും പറയും, ഇത് വേണ്ടെന്ന് വെച്ച് പോയതാണ്, പക്ഷെ അന്ന് പ്രാർത്ഥനയിൽ തുടർന്നത്, പ്രാർത്ഥനയിൽ ചെയ്തത്, അത് അറാറത്ത് പർവ്വതത്തിൽ ഉറച്ചതുപോലെ അത് ഉറച്ചു. നിങ്ങളുടെ മക്കൾ ഉറയ്ക്കേണ്ട സ്ഥലത്ത് ഉറയ്ക്കും. നിങ്ങളുടെ മക്കളൊക്കെ ചിലർ വേറെ രാജ്യത്താണ്, അവർക്ക് ജോലിയായില്ല, PR കിട്ടിയിട്ടില്ല, ജോലി ശരിയായിട്ടില്ല. നിങ്ങൾ അവരെ ദൈവം പ്രാർത്ഥിച്ചാണോ മുന്നോട്ട് പോയത്? അറാറത്ത് പർവ്വതത്തിൽ ഉറച്ചതുപോലെ ഉറപ്പിക്കാൻ ദൈവത്തിന് കഴിയും, ദൈവത്തിന് പറ്റും, ദൈവത്തിന് കഴിയും, ദൈവത്തിനത് സാധ്യമാണ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ജീവിതം ഇങ്ങനായി പോയല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനായി പോയല്ലോ, ഇങ്ങനെ ഒരു പൊട്ട ജീവിതമാണ് എനിക്കുണ്ടായത്. നിങ്ങളെ ദൈവം ചില നല്ല സ്ഥലത്ത്, കൊള്ളാവുന്ന സ്ഥലത്ത് ഉറപ്പിക്കുന്ന ഒരു ദൈവത്തെ വിശ്വസിക്കുക. നിങ്ങളെ ദൈവം അനുഗ്രഹിച്ച് ഉറപ്പിക്കും, അനുഗ്രഹിച്ച് ഉറപ്പിക്കും. ഹല്ലേലൂയ. സത്യമാണ് കേട്ടോ. ഒരു കുടുംബം, ഞാനിവിടെ വന്നേ പിന്നെ ഒരു കുടുംബം, ആ ഭാര്യയുടെ ഭർത്താവ്, ആ ചേട്ടൻ വേറൊരാളുടെ കൂടെ, വേറൊരു പെണ്ണുങ്ങളുടെ കൂടെ ജീവിക്കാൻ ആ വ്യക്തിയെ ഉപേക്ഷിച്ചിട്ട് പോയി. ആ വ്യക്തി വേറൊരാളെ ഇഷ്ടപ്പെട്ട് അങ്ങ് പോയി. അപ്പോൾ ഈ വ്യക്തിയും അവർ 2 കുഞ്ഞുങ്ങളും
അവരുടെ വീട്ടിലെല്ലാവരും പറഞ്ഞു, നീ കാരണമാവാൻ പോയത്, നീ കാരണമാവാൻ പോയത്. എല്ലാവരും കുറ്റവും പറഞ്ഞു. അങ്ങനെ ആ വീട്ടിലെ മൂത്ത മകൾ ഒരാഗ്രഹം ഉണ്ടായി, ജർമ്മൻ ഭാഷ പഠിക്കണം. ഒന്ന് രണ്ട് പേരുടെ ഉപകാരികളുടെ സഹായത്തോടെ ഈ ഭാഷ പഠിച്ച് ആ രാജ്യത്ത് പോയി. ആ തൊട്ടടുത്തയാളും ആ ചേച്ചിയുടെ രണ്ടാമത്തെ മകനും, ആദ്യത്തെ മകൾ രണ്ടാമത്തെ മകനും ആ ഭാഷ പഠിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് ആ രാജ്യത്ത് പോയി. ഇന്ന് ആ കുടുംബം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഈ പറഞ്ഞ സത്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ ആരെല്ലാം ഉപേക്ഷിച്ച് പോയതാകട്ടെ, മനുഷ്യൻ വിധിച്ച് നീ കാരണമാന്നൊക്കെ ഇങ്ങനെ കൈ ചൂണ്ടി പറയും. ആരും ചിന്തിക്കാതെ വിധി പറയും. മനുഷ്യൻ കാര്യങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പറയും, നീ കാരണം, അല്ലെങ്കിൽ നീ ഇങ്ങനെയാ, നീ പണ്ടേ ഇങ്ങനെയാ, നിനക്ക് ഭാഗ്യമില്ല, പലതും പറഞ്ഞു കളയും മനുഷ്യൻ. പലരും വിധിക്കും, പക്ഷെ ദൈവം നിന്നെ കൈ ചൂണ്ടി വിധിക്കത്തില്ല. ദൈവം കൈ നീട്ടി ചേർത്ത് പിടിക്കും. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ വ്യക്തി പോയി, ആ വ്യക്തിക്ക് മാരകമായ ഒരു അസുഖമൊക്കെ വന്ന് വലിയ രോഗക്കിടക്കയിലാണ്. പക്ഷേ ഈ തകർന്നു പോകുമെന്ന് പറഞ്ഞ് ഈ വ്യക്തി പലരുടെയും സഹായത്തിൽ പ്രാർത്ഥിച്ചും പഠിച്ചും ആ കുടുംബം ഇന്ന് അറാറത്ത് പർവ്വതത്തിൽ ഉറച്ച പോലെ ജർമ്മനി എന്ന രാജ്യത്ത് ആ മക്കളെത്തി നല്ല സാലറിയുള്ള ജോലിയൊക്കെ കിട്ടി പഠിക്കുന്ന നന്നായിട്ട് കയറി വരുവാണ്. ഇത് സത്യമായി. ഇന്ന് എത്ര തകർന്നിരിക്കുന്ന ആളാകട്ടെ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നീങ്ങുന്ന നിങ്ങളെ ജർമ്മനി പോലുള്ള അല്ലെങ്കിൽ നല്ല നല്ല രാജ്യത്ത്, നല്ല നല്ല സ്ഥലത്ത്, അറാറത്ത് പർവ്വതം പോലെയുള്ള നല്ല സ്ഥലത്ത് നിങ്ങളെ എത്തിച്ച് അവിടെ വീണു പോകാത്ത വിധത്തിൽ ഉറപ്പിക്കാൻ ദൈവത്തിന് പറ്റും. വിശ്വസിക്കുന്നു, ദൈവത്തിന് പറ്റും. ഒരു കരമുയർത്തി, ശബ്ദമുയർത്തി ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിങ്ങൾക്കൊരു അനുഭവമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ്. ആ വാക്യം ഒന്ന് വായിച്ച്. നമ്മുടെ യേശു പത്രോസ് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നത്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഒറ്റ കാര്യം പറഞ്ഞു നിർത്തുവാണ്. ഈ കാര്യം എനിക്ക് പറയാൻ ഞാൻ ഒത്തിരി പേരോട് പറഞ്ഞു കൊടുത്തൊരു പ്രാർത്ഥനയാണ് ഈ പറയുന്നത്. 14-ാം അധ്യായം 22 മുതലുള്ള വാക്യം എന്നാണെന്നറിയോ? പത്രോസ് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. ഈ സംഭവം ഞാൻ വിശദീകരിക്കാതെ ഒന്ന് വേഗത്തിൽ പറയാം. ശിഷ്യന്മാർ വള്ളത്തിലിങ്ങനെ പോകുമ്പോൾ യേശു വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്ന് അവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ വള്ളത്തിലിരുന്ന് അവർ പറഞ്ഞു, ഇതാ ഭൂതം, ഇത് ഭൂതം എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, ഭൂതത്തിന് എൻ്റെ പോലുള്ള ശരീരമില്ലല്ലോ, എൻ്റെ കൈകാലുകൾ കാണുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, നീ കർത്താവാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ എന്നോട് കൽപ്പിക്കുക. യേശു പറഞ്ഞു, നീ വരിക. അങ്ങനെ വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വച്ചപ്പോൾ ആ കാല് താന്നു പോയില്ല. കുറച്ചു ദൂരം മുന്നോട്ട് വന്നപ്പോൾ തിരമാല ആഞ്ഞടിക്കുന്നത് കണ്ട് പത്രോസ് ഭയപ്പെട്ട് ആ നിമിഷം താന്നുപോയി എന്ന് എഴുതിയിട്ടുണ്ട്. താന്നുപോയപ്പോൾ പത്രോസ് ഉറക്കെ വിളിച്ചു, ഗുരോ, ഇതാ ഞാൻ നശിച്ചു പോകുന്നു. ഇനി അടുത്ത ഭാഗം പറയാൻ വേണ്ടി അവിടെ എത്തിച്ചത്, യേശു താന്നുപോയ പത്രോസിൻ്റെ കയ്യെ കയറി പിടിച്ചു. അപ്പോൾ ശിഷ്യന്മാർ അപ്പുറത്തെ വള്ളത്തിൽ ഇരിപ്പുണ്ട്. ഇനി അവരൊരു കാഴ്ച കണ്ടത് ഞാൻ പറയുവാണ്, ബൈബിളിലില്ല, പക്ഷെ ഞാനത് പറയുവാണ്. അവിടെ ഇരുന്ന് ആ വള്ളത്തിലിരുന്ന് ശിഷ്യന്മാർ കാണുവാണ്, താന്നുപോയ പത്രോസ് യേശുവിൻ്റെ കൈ പിടിച്ച് ആ താന്നുപോയ അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ കേറി വരുന്നത്. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല, പക്ഷെ അത് കാണാൻ പറ്റുമോ? അത് വാക്കുകളിലില്ല. ശിഷ്യന്മാർ അപ്പുറത്തെ വള്ളത്തിലിരുന്ന് കണ്ടു, താന്നുപോയ പത്രോസ് യേശുവിൻ്റെ കൈ പിടിച്ച് താന്നു പോകുന്നതിന് പകരം കയറി വരുന്നതും ഒരുമിച്ച് നിൽക്കുന്നതും. ഇത് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും കേട്ടോ. പ്രാർത്ഥിക്കുന്ന, തകർന്നിരിക്കുന്ന, കടബാധ്യതയുള്ള, നിരാശയിലിരിക്കുന്ന, ആത്മഹത്യാ പ്രവണതയുള്ള ജീവിതത്തിൽ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ പറയുവാണ്, ദൈവത്തിൻ്റെ കരം പിടിച്ച് നീയും കയറി വരും. ദൈവത്തിന്റെ കരം പിടിച്ച് നീയും ഉയർന്നു വരും. ദൈവത്തിന്റെ കരം പിടിച്ച് നിന്റെ കുടുംബം കയറി വരും. വിശ്വസിക്കുന്നു, താന്നു പോകത്തില്ല. അതിനു വേണ്ടിയാ ദൈവം കൊണ്ടുവന്ന്.
അതിന് വേണ്ടിയാ വണ്ടിക്കാശ് മുടത്ത് നിങ്ങളിവിടെ വന്നത്. നിങ്ങൾ സ്വന്തം ഇഷ്ടം എന്ന് വിചാരിച്ച് ഇവിടെ വന്നതല്ല. ദൈവം കൂടി വിചാരിക്കാതെ നിങ്ങളിവിടെ വരത്തില്ല. സ്വന്തം ഇഷ്ടത്തിന് വണ്ടി കയറി ഇവിടെ വരത്തില്ല. ദൈവം കൂടി വിചാരിച്ചാലേ, ഞാനും വിചാരിക്കണം, എന്നെ സൃഷ്ടിച്ച ദൈവം വിചാരിച്ചാലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനും പ്രാർത്ഥിക്കാനും ഇങ്ങനെ ഇരിക്കാനും പറ്റത്തുള്ളൂ. ഇതൊന്ന് മനസ്സിൽ കണ്ട, ഒരു ഫ്രെയിമിൽ, ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ താന്നുപോയ പത്രോസ് അലറിക്കരഞ്ഞു, ഇതാ ഞാൻ നശിക്കാൻ പോകുന്നു. നശിക്കുമൊന്നും അല്ല ചെയ്തേ. ശിഷ്യന്മാർ വിചാരിച്ചു പുള്ളിയുടെ കാര്യം പോയി എന്ന്. പക്ഷെ പിന്നീട് കണ്ടത്, വെള്ളത്തിൽ താന്നുപോയ പത്രോസ് യേശു ആ ഗുരുവിൻ്റെ കൈ പിടിച്ച് കയറി വരുന്നതാണ്. നിങ്ങളും നിങ്ങളുടെ മക്കളും, നിങ്ങളുടെ മക്കളെ കുറിച്ച് ഇങ്ങനെ കണ്ടേ, ദൈവത്തിൻ്റെ കരം പിടിച്ച് എൻ്റെ മക്കൾ രക്ഷപ്പെടും, ദൈവത്തിൻ്റെ കരം പിടിച്ച് ഈ കടബാധയിൽ ഞാൻ കരകയറും, ദൈവത്തിൻ്റെ കരം പിടിച്ച് എനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും. ഈ നിൽക്കുന്ന ഞാനും ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മനുഷ്യൻ കൈപിടിച്ച് കയറ്റിയതല്ല, ദൈവത്തിൻ്റെ കരം പിടിച്ച് കയറി വന്നോണ്ടാ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളെപ്പോലെ ശ്രേഷ്ഠരായവരുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ പറ്റും. ഇങ്ങനെ ഒരു സാക്ഷ്യമുണ്ട്. ദൈവത്തിന്റെ കരം പിടിച്ചു നീ കയറി വരും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, എന്തെല്ലാം പ്രശ്നമാവട്ടെ, ദൈവത്തിന്റെ കരം പിടിച്ച് നീ കയറി വരും. ദൈവത്തിന്റെ കരം പിടിച്ച് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നീ കയറി വരും. ദൈവത്തിന്റെ കരം പിടിച്ച് ശുശ്രൂഷയിൽ നീ കയറി വരും. ദൈവത്തിന്റെ കരം പിടിച്ച് നീ അഭിഷേകത്തിൽ കയറി വരും. ദൈവത്തിന്റെ കരം പിടിച്ച് സാമ്പത്തികമായി നീ കയറി വരും. ദൈവത്തിന്റെ കരം പിടിച്ച് നീ ബിസിനസ്സിൽ കയറി വരും. ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടയ്ക്കുമോ? എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയുടെ സമാപനത്തിലേക്ക് വരുവാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കരം പിടിച്ച് കയറി വരണം. ദൈവത്തോടുള്ള ബന്ധത്തിൽ പണിയണം. ദൈവത്തോടുള്ള ബന്ധത്തിൽ പണിതതിനെ തോപ്പിക്കാൻ പറ്റില്ല. അത് അറാറത്ത് പർവ്വതത്തിൽ ഉറയ്ക്കും. ദൈവം അതിനെ ഉറപ്പിക്കേണ്ട സ്ഥലത്ത് ഉറപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളും ഇവിടെ ഒത്തിരി യുവതിയുവാക്കളുണ്ട്, ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്, നല്ല സ്വപ്നങ്ങളുള്ള പിള്ളേരുണ്ട് ഇവിടെ, നല്ല ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന യുവതി യുവാക്കൾ ഇവിടെ ഉണ്ട്, മാതാപിതാക്കളുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്താകും, എൻ്റെ ജീവിതം എവിടെ ചെല്ലും, അങ്ങനൊന്നും ആശങ്ക വേണ്ട കേട്ടോ. പ്രാർത്ഥിക്കുന്ന നിന്നെ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ച് ഉറപ്പിക്കേണ്ട സ്ഥലത്ത് ദൈവത്തിന് അറിയാം ഉറപ്പിക്കാൻ. അയ്യോ, എൻ്റെ കൊച്ചിൻ്റെ ജീവിതം അങ്ങ് പോയി പോകുമോ, എവിടെയും എത്താതെ പോകുമോ, നഷ്ടപ്പെട്ടു പോകുമോ? ഇല്ല കുഞ്ഞെ, പ്രാർത്ഥിക്കുന്ന നിന്റെ ഒരു സെക്കൻഡേലും പ്രാർത്ഥിച്ചോ. പത്രോസിലേക്ക് ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ, ഇതാ ഞാൻ നശിക്കാൻ പോകുന്നു, എന്നെ രക്ഷിക്കണം, ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ. അവന്റെ ജീവിതത്തെ ദൈവം കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നു. ഏതെങ്കിലും കേസിലോ ഏതെങ്കിലും ഒരു ഇടപാടിലോ ഒക്കെ പെട്ടുകിടക്കുന്നവരുണ്ടോ, തകർന്നു പോയവരുണ്ടോ, കല്ലുവെള്ളത്തിൽ താഴുന്ന പോലെ താന്നുകൊണ്ടിരിക്കുവാണല്ലോ ഞാൻ എന്നാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാ താന്നു പോകുന്ന നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ കരം നീ കണ്ടോ? പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ നോക്കിയാൽ കൈ ചൂണ്ടി കുറ്റം വിധിക്കുന്ന കൈകളെ കാണത്തുള്ളൂ. അവൻ അങ്ങനെ, അവൻ ഇങ്ങനെ, അവനെ കൊണ്ട് കൊള്ളത്തില്ല, അവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, അവൻ മോശഭാവം, പണ്ട് അങ്ങനെ ആയിരുന്നു. വിധിക്കുന്ന കൈകളാണ് മനുഷ്യൻ്റെത്. എന്നാൽ ദൈവത്തിന്റെ കരമോ വിധിക്കുന്ന കരമല്ല, നിന്നെ ചേർത്ത് പിടിച്ച് കൈ പിടിച്ച് ഉയർത്തുന്ന കരമാണ് ദൈവത്തിന്റെ കരം. ഈ അൾത്താരയിൽ, ഈ മധുബഹയിൽ നിങ്ങൾ കാണുന്ന കരം വിധിക്കുന്ന കൈ ചൂണ്ടി നീ ശരിയല്ലെന്ന് പറയുന്ന കരമല്ല കാണുന്നത്, കൈ വിരിച്ചു പിടിച്ചിരിക്കുന്ന ഒരു കരമാണ് കാണുന്നത്. ഇത് ദൈവത്തിന്റെ കരമാണ്. ഇതാ യാഥാർത്ഥ്യമാകുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. ഇരുന്നുകൊണ്ട് തന്നെ ആ കരങ്ങളെ ഉയർത്തി പിടിക്കുമോ? എന്നിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. താന്നുപോയ പത്രോസിനെ കൈ പിടിച്ച് ഉയർത്തിയതുപോലെ എന്നെയും പലരെയും ദൈവം ഇതുപോലെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപക്ഷെ ഞാൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഞാൻ ഒരു മദ്യപാനിയായി പോയേനെ. ഇവിടെ വന്നില്ലായിരുന്നെ ഞാൻ ചിലപ്പോൾ വഴിതെറ്റി ഒരു ജീവിതമായിരുന്നേനെ ജീവിക്കേണ്ടത്. എങ്ങനെയോ ജീവിച്ച് തകർന്നു പോകേണ്ട എന്നെ ഇവിടെ എന്നെ എത്തിച്ചത് ഒരു മൈക്ക് പിടിക്കാനോ, രണ്ടു വാക്ക് സംസാരിക്കാനോ, രണ്ടു വാക്ക് മുന്നിൽ നിന്ന് പറയാനോ കഴിവില്ലാത്ത എന്നെ ഈ അനുഗ്രഹയുടെ അറാറത്ത് പർവ്വതത്തിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ കരം നിന്നെ ചേർത്ത് പിടിക്കുന്ന കരമാണ്. ദൈവത്തിന്റെ കരം നിന്നെ ഉയർത്തുന്ന കരമാണ്, നിന്നെ രക്ഷിക്കുന്ന കരമാണ്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നു, 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 വിശ്വസിക്കുന്നു. ഞാൻ നിന്നെ കൈവിടുമോ? കരങ്ങളെ താഴ്ത്തി ഒന്ന് പാടിയേ. ഓരോ നാളും
മറക്കുമോ? ശബ്ദമുയർത്തി പാടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആര് പറഞ്ഞു? ആരു മറന്നാലും മറക്കാത്തവൻ എത്ര നാൾ? അന്ത്യത്തോളം കൂടെയുള്ളവൻ. നിങ്ങൾ ഇരുന്നുകൊണ്ട് തന്നെ ഒരു കാര്യം ഒന്ന് പറയുവാണ്. നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു നിമിഷം കയ്യിലെടുക്കാമോ? നിങ്ങളുടെ ഫോണിലായിരിക്കും, അല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിവിധ രാജ്യത്തായിരിക്കും. ഇസ്രായേലിലായിരിക്കും, കാനഡയിലായിരിക്കും, അമേരിക്കയിലായിരിക്കും, ഓസ്ട്രേലിയയിലായിരിക്കും, സൗത്ത് ആഫ്രിക്കയിലായിരിക്കും, എവിടെയും ആകട്ടെ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് പാസ്പോർട്ടൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അറാറത്ത് പർവ്വതത്തിൽ നോഹ നിർമ്മിച്ച പെട്ടകത്തെ ഉറപ്പിച്ച പോലെ കൊള്ളാവുന്ന ഒരു സ്ഥലത്ത്, അനുഗ്രഹമാകാനുള്ള ഒരു സ്ഥലത്ത് ഈ എന്നെ ഒന്ന് ഉറപ്പിക്കണേന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബാബേൽ ഗോപുരം പോലെ എൻ്റെ സ്വപ്നങ്ങളൊന്നും പാതി വഴിക്ക് അവസാനിപ്പിക്കാനും പരിഹാസപാത്രമാകാനും ഇടയാകല്ലേ. നോഹിന്റെ പെട്ടകത്തെ ഉറപ്പിച്ച പോലെ എൻ്റെ മകനെ മകളെ ആ രാജ്യത്ത് ഉറപ്പിക്കണമേ, ആ ജോലിയിൽ ഉറപ്പിക്കണമേ, ആ വിദ്യാഭ്യാസത്തിൽ ഉറപ്പിക്കണമേ, ആ പദവിയിൽ ഉറപ്പിക്കണമേ. ആ കുടുംബ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും വിഷമങ്ങളോ ഉലച്ചിലുകളോ ഉണ്ടോ, ആ ജീവിതത്തിൽ ഉറപ്പിക്കണേന്ന് പ്രാർത്ഥിച്ചു. ഉറപ്പിക്കുന്നത് ദൈവമാ, ഉറപ്പിക്കുന്നത് ദൈവമാ. ദൈവത്തിനറിയാം എങ്ങനെയാ ഉറപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് നോഹിന്റെ പെട്ടകത്തെ അറാറത്ത് പർവ്വതത്തിൽ തകർന്നു പോകാത്ത വിധത്തിൽ ഉറപ്പിച്ചതുപോലെ എൻ്റെ മകനെ എൻ്റെ മകളെ ഇന്ന സ്ഥലത്ത്, ഇന്ന വിദ്യാഭ്യാസത്തിൽ, ഇന്ന രാജ്യത്തിൽ, ഇന്ന ജോലിയിൽ, ആ സ്വപ്നത്തിൽ, ആ നല്ല ആഗ്രഹത്തിൽ ഉറപ്പിക്കണമേ. അനേകർക്ക് അനുഗ്രഹമാകത്ത വിധം, അനുഗ്രഹമാകുന്ന വിധത്തിൽ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ആഞ്ഞടിച്ചു, അത് പാറമേൽ നിർമ്മിതമായിരുന്നു, അത് വീണു പോയില്ല. അത് മനസ്സിലാക്കേണ്ടത് അങ്ങനെ മാത്രമല്ല, അത് വീഴാൻ ദൈവം സമ്മതിച്ചില്ലെന്ന് കൂടിയുണ്ട്. അത് വീണില്ലെന്ന് മാത്രമല്ല, അത് വീഴാൻ ദൈവം തമ്പുരാൻ അനുവദിച്ചില്ല. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കൃഷിയുടെ വരുമാന മാർഗങ്ങൾ, കൊച്ചുമക്കൾ വീണു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. വീണു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ഒരു കരം ഉയർത്തി, ശബ്ദമുയർത്തി ഉറക്കി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്താം. വീണില്ല എന്നല്ല, അത് വീണു പോകാൻ യേശു അനുവദിച്ചില്ല. എല്ലാവരോടും പറയട്ടെ, എല്ലാവരോടും, താഴെയും ചാപ്പലിലും അകത്തും പുറത്തും നിൽക്കുന്നവരോട് നിങ്ങൾ വീണു പോകാൻ, എവിടെയും ചതിയിൽപ്പെട്ട് വീണു പോകാൻ, ആരും പാരവെച്ച് നിങ്ങൾ വീണു പോകാൻ, ഇല്ലാവചനം പറഞ്ഞ് നിങ്ങൾ വീണു പോകാൻ ദൈവം സമ്മതിക്കുകയല്ല. ചില കള്ളക്കേസിൽ കുടുങ്ങിയവരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. കള്ളക്കേസിൽ ഒരു മനസ്സാ വാച കർമ്മണ അറിയാത്ത കേസിൽ കൊണ്ട് കുടുക്കി, കള്ളക്കേസിൽ കുടുക്കിയിട്ടവർ മാസങ്ങളെ വർഷങ്ങളെ അതിൻ്റെ പുറകെ നടക്കുവാണ്. നിങ്ങൾ വീണു പോകാൻ ദൈവം സമ്മതിക്കുകയാണ്. വിശ്വസിക്കുന്നു. സത്യം പുര മുകളിലെത്തും, നീതി ഉയർത്തെഴുന്നേൽക്കും, സത്യം പുറത്തു വരും. കുറച്ച് വിഷമമൊക്കെ തോന്നിയാലും സത്യം 1000 ഇരട്ടി ശോഭയോടെ അത് പെരപ്പൊക്കത്തെത്തും. അതറിയും. നിങ്ങൾ വീണു പോകാൻ ദൈവം സമ്മതിക്കും.